മദീന പാഷന്റെ പേരിൽ നാം ഒത്തുകൂടി ഒരുപാട് ആത്മീയമായ ഉപദേശങ്ങളൊക്കെ ശ്രവിച്ച് നമ്മുടെ ജീവിതത്തെയും ലക്ഷ്യത്തെയും ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതിജ്ഞ പുതുക്കി നാം സമ്മേളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാം പഠിക്കേണ്ട, പകർത്തേണ്ട സംഘടനയുടെ ഇന്നലകളെക്കുറിച്ചും വർത്തമാനത്തെക്കുറിച്ചുമൊക്കെയുള്ള ഗഹനമായ പഠന ക്ലാസുകൾ നടക്കാൻ പോവുകയാണ്. ഈ ഒരു വേളയിൽ വളരെ സുദീർഘമായ ഒരു പ്രഭാഷണമോ ക്ലാസോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു SKSSFന്റെ ഒരു എളിയ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു പഴയകാല പ്രവർത്തകൻ എന്ന രീതിയിൽ പ്രത്യേകിച്ച് നീലഗിരി ജില്ലയുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഈ സന്തോഷത്തിൽ അത് സംഘടനയുടെ, നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷമാണല്ലോ എന്ന് മനസ്സിലാക്കി അതിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നതാണ്. നീലഗിരി ജില്ലയിലെ ഈ മദീന പാഷനിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സംഘടനയുടെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ് ഇബ്രാഹിം വൈസി സംസാരിക്കും. അതിലേക്കൊന്നും കടന്നു വരുന്നില്ല. ഈ സ്റ്റേജിൽ ഇങ്ങനെ ഏതാണ്ട് കുറച്ചു സമയമായി ഇരിക്കുന്നു. എന്റെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നത് ഒരുപാട് ആദ്യകാല മുഖങ്ങളാണ്. ഇവിടെ നിങ്ങൾ സൂചിപ്പിക്കുകയും നിങ്ങൾ ഓർക്കുകയും ചെയ്തു കേരളക്കരയിലെ സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ചും നീലഗിരി ജില്ലയിലെ സംഘടനയെക്കുറിച്ചുമൊക്കെ. എവിടെയായിരുന്നാലും നമ്മുടെ ഈ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിന് വേണ്ടി ത്യാഗങ്ങൾ ചെയ്ത, വിഷമങ്ങൾ സഹിച്ച ഒട്ടേറെ പേരുണ്ട്. അവരുടെയൊക്കെ വിയർപ്പിന്റെ വിലയാണ് നാം ഇന്നിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർക്കുന്നു, സംഘടനാ രംഗത്ത് വന്നത് മുതൽ നീലഗിരി ജില്ലയുമായുള്ള ബന്ധം വെച്ച് നോക്കുമ്പോൾ അന്നേ നമ്മളെ പരിചയമുള്ള കുറെ ആളുകളുണ്ട്. അത് ഏറെ പരാമർശിക്കപ്പെടേണ്ടത് ബഹുമാനപ്പെട്ട MC അബ്ദുൽ അസീസ് മുസ്ലിയാരാണ്. അദ്ദേഹം നമ്മിൽ വിട പറഞ്ഞു പോയി. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അതേപോലെ അങ്ങനെ തുടങ്ങി കുറെ ആളുകൾ ഇന്നും സജീവമായ രംഗത്തുള്ള ഷെരീഫ് ദാരിമി ഉസ്താദും മുഹമ്മദ് അലി ബാക്കവി ഉസ്താദും സയ്യിദ് അലി റഹ്മാനിയും ഒക്കെ ഉൾപ്പെടെയുള്ള MC ഉസ്താദും ഒക്കെ ഉൾപ്പെടെയുള്ള ഇവിടെ സൂചിപ്പിച്ചതുപോലെ രണ്ടു തലമുറയും ബന്ധിപ്പിക്കുക, ഇവരൊക്കെയാണ് നമ്മുടെ സംഘടനയെ വളർത്തിയത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സംഘടനയുടെ ഇന്നത്തെ വക്താക്കളും അതിന്റെ പ്രവർത്തകരും നാമാണ്. സംഘടനയെക്കുറിച്ച് പറയുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന നമ്മുടെ മഹിതമായ ആദർശ പ്രസ്ഥാനം ലോകത്ത് ഒരു സംഘടനക്കും അവകാശപ്പെടാൻ കഴിയാത്ത വിധം വളരെ സമഗ്രമായി ആധികാരികമായി രൂപം കൊണ്ട സംഘടനയാണ് സമസ്ത. സംഘടനകളെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലത്ത് സംഘടനകൾക്ക് യാതൊരു പഞ്ഞവുമില്ല. ഒരുപാട് സംഘടനകൾ, എല്ലാ വിഭാഗങ്ങൾക്കും സംഘടനകൾ. ഈ ഒരു ഘട്ടത്തിലാണ് സമസ്തയുടെ പ്രസക്തി നാം മനസ്സിലാക്കേണ്ടത്. സാധാരണക്കാരായ മുസൽമാന്റെ വിശ്വാസം രക്ഷിക്കാൻ വേണ്ടി രൂപീകരിച്ച ലോകത്തിലെ ഏക സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഭരണഘടനയിൽ അതേ രീതിയിൽ തന്നെ എഴുതി ചേർക്കപ്പെട്ട ഏക സംഘടന. സമസ്തയുടെ ലക്ഷ്യം സാധാരണക്കാരായ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സമസ്തയും അതിന്റെ പോഷക ഘടകങ്ങളും ഈ രാജ്യത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും
നടപ്പിലാക്കിയ ആ പ്രബോധന രീതിയാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രചരണമാണ്. ആ സമസ്തയുടെ പ്രവർത്തനങ്ങളിൽ കരുത്തു പകരുക എന്നുള്ളതാണ് അതിന്റെ പോഷക ഘടകങ്ങളായ പ്രത്യേകിച്ച് SKSSF ലക്ഷ്യം. SKSSF കുറിച്ച് നമുക്കറിയാം, 25 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് മദീന പാഷൻ എന്ന പേരിൽ പ്രവാചക ചര്യകളിലേക്ക്, പ്രവാചക സുന്നത്തുകൾ വിസ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാന കാലത്ത് പ്രവാചകരുടെ സുന്നത്തുകളെ ജീവിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഇവിടെ സൂചിപ്പിച്ചുവല്ലോ, നമ്മുടെ യുവതലമുറയുടെ സഞ്ചാരപഥം തെറ്റുകളിലേക്കും തിന്മകളിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ പലരെയും അനുകരിച്ചുകൊണ്ട് റോൾ മോഡലുകളാക്കിക്കൊണ്ട് ജീവൻ തന്നെ വഴിതെറ്റി സഞ്ചരിച്ചുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ ലക്ഷ്യം മദീനയാണ്. ആ മദീനയിലെ പ്രവാചകരാണ് നമ്മുടെ റോൾ മോഡൽ എന്ന ഒരു തിരിച്ചറിവിന് വേണ്ടി തിരുസുന്നത്തുകളെ ജീവിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് സംഘടന മദീന പാഷൻ എന്ന പേരിൽ ഇത്തരത്തിലുള്ള ക്യാമ്പുകളും അസംബ്ലിയും പൊതുസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ബാധ്യത ദീനീ പ്രബോധനമാണ്. അതാണ് മഹാന്മാരായ നേതാക്കന്മാരും ഉലമാക്കളും നമുക്ക് കാണിച്ചു തന്നത്. ദീനീ പ്രവർത്തനം, ദീനീ പ്രചരണം. സംഘടനാ പ്രവർത്തനം പറയുമ്പോൾ നമുക്കറിയാം, ഒരുപാട് രാഷ്ട്രീയ സംഘടനകളും മറ്റു സാംസ്കാരിക സംഘടനകളുമൊക്കെയുണ്ട്. നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട വളരെ പവിത്രമായ SKSSF എന്ന് പറയുന്ന മഹിതമായ സംഘടനയിലാണ്. പാണക്കാട് സാദാത്തുക്കൾ, മഹാന്മാരായ ആലിമീങ്ങൾ, ഉലമാക്കൾ നേതൃത്വം നൽകുന്ന സംഘടനയിൽ. ഈ സംഘടനയുടെ ലക്ഷ്യം ദീനി പ്രബോധനമാണ്, ദീനി പ്രചരണമാണ്. അതുകൊണ്ട് തന്നെ ഭൗതികമായ എന്തെങ്കിലും താല്പര്യങ്ങളോ ഭൗതികമായ സ്ഥാനമാനങ്ങളോ നാം ലക്ഷ്യമിടേണ്ടതില്ല. നമ്മുടെ ലക്ഷ്യം ദീനി പ്രവർത്തനം, നമ്മുടെ കടമ, നമ്മുടെ ബാധ്യത ദീനിനെ പ്രചരിപ്പിക്കുക. ഈ നവസമൂഹത്തിൽ, യുവതലമുറയിൽ പ്രവാചക ചര്യകളും ദീനീ പ്രവർത്തനങ്ങളും എത്തിക്കുക. നാം സ്വയം സംസ്കരിച്ച് സംസ്കാരമുള്ളവരായി മാറിക്കൊണ്ട് പ്രവാചകരെ പിൻപറ്റുന്ന യഥാർത്ഥ അനുയായികളായി മാറുക എന്നുള്ളത് തന്നെയാണ് സംഘടന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ലക്ഷ്യത്തിലൂടെ മുന്നേറേണ്ടതുണ്ട്. നമുക്കറിയാം, ഇന്ന് ഒരുപാട് പ്രവർത്തനങ്ങൾ, പല സംഘടനകൾ, പല വിദഈ പ്രസ്ഥാനങ്ങൾ, വിഘടിത പ്രസ്ഥാനങ്ങളൊക്കെ ചൂഷണം ചെയ്തുകൊണ്ടും സമൂഹത്തെ കബളിപ്പിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവയിൽ ഈ പ്രവർത്തനങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ അത് ഊന്നൽ നൽകേണ്ടത് ആത്മീയതയിലൂടെയും അതേപോലെ ആത്മാർത്ഥതയിലുമാണ്. സംഘടനയെക്കുറിച്ച് നമുക്കറിയാം, 25 വർഷക്കാലം സംഘടന ഇവിടെ ഒരുപാട് നേതാക്കന്മാർ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട്, പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് മുന്നേറിക്കൊള്ള ഈ സംഘടന നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. ഈ സംഘടന ഇനി നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ എത്തിച്ചുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചു, നീലഗിരി ജില്ലയിൽ അൽഹംദുലില്ലാ കേരളത്തിന് പുറത്ത് മറ്റൊരു സംസ്ഥാനത്ത് വളരെ നല്ല രീതിയിൽ വ്യവസ്ഥാപിതമായിക്കൊണ്ട്, ഇത്രയും ഭംഗിയായിക്കൊണ്ട് 26 യൂണിറ്റുകളായുള്ളത്. ആ 26 യൂണിറ്റുകളിൽ നിന്ന് പ്രവർത്തകന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ സൂചിപ്പിച്ചു. മദീന പാഷന്റെ പ്രചരണവും അതേപോലെ മനുഷ്യജാലികയുമൊക്കെ ഇവിടെ പരാമർശിക്കപ്പെടുകയുണ്ടായി. വളരെയധികം സന്തോഷം തോന്നുന്നു, വളരെയധികം അഭിനന്ദിക്കാൻ ഈ ഇതിന്റെ ഭാരവാഹികളെ, അതിലേറെ ഇതിന് പ്രാധാന്യം നൽകുന്ന, പിന്തുണ നൽകുന്ന സമസ്തയുടെയും SYSന്റെയും ഒക്കെ ഉസ്താദുമാരെ, ഉമറാക്കളെയൊക്കെ അഭിനന്ദിക്കാൻ ഈ വേദി ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യം ഒരുപാട് അകലെയാണ്. നാം നമ്മുടെ ലക്ഷ്യത്തിലൂടെ നീങ്ങുമ്പോൾ നമുക്കറിയാം, നമ്മുടെ സമൂഹം ഇന്ന് വഴിതെറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രസ്ഥാനങ്ങൾ, ഒരുപാട് സംഘടനകൾ നമ്മുടെ മുസ്ലിം ഉമ്മത്തിനെ വഴിതെറ്റിക്കാൻ, വഴിപിഴപ്പിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് SKSSFകാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. നമുക്കൊരിക്കലും ഉറങ്ങാൻ സമയമില്ല, നമുക്ക് വിശ്രമിക്കാനായിട്ടില്ല. നാം പ്രവർത്തന ഗോതയിൽ സജ്ജരായിക്കൊണ്ടേയിരിക്കണം. ഇന്നത്തെ വർത്തമാന സാഹചര്യം നമുക്കറിയാം, എല്ലാ രീതിയിലും പ്രശ്ന കലുഷിതമാണ്, പ്രശ്ന സങ്കീർണമാണ്. നമ്മുടെ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്ന വർത്തമാന സാഹചര്യം നമുക്കറിയാം. കേന്ദ്ര ഭരണമാവട്ടെ മറ്റു സംസ്ഥാനങ്ങളാവട്ടെ ആ രീതിയിലൊക്കെ നമുക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ തന്നെ, പ്രത്യേകിച്ച് വർഗീയതയുടെയും തീവ്രവാദത്തിന്റെയും ഫാഷിസത്തിന്റെയും വക്താക്കളായി അധികാരി വർഗം തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന വർത്തമാന സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. നമുക്കറിയാം, നാം വർഗീയതയെക്കുറിച്ചും ഫാഷിസത്തെക്കുറിച്ചുമൊക്കെ ഘോരഘോരം പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്. പക്ഷേ
ഇന്ന് വർഗീയതയും ഫാഷിസവുമൊക്കെ നമ്മുടെ അടുക്കളയിലേക്ക് കയറി വന്ന ഒരു വർത്തമാന സാഹചര്യം നാം ഉള്ളത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ രാഷ്ട്രീയ രീതിയിലേക്കല്ല, ബഹുമാനനായ കേന്ദ്രമന്ത്രി എന്ന് വേണ്ട കേരളീയ മുസ്ലിങ്ങളുടെ അഭിമാനമായിരുന്ന ഇ അഹമ്മദ് സാഹിബിന്റെ മരണം പോലും ആ ഫാഷിസവും തീവ്രവാദവും ഒക്കെ ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തിയതല്ലെങ്കിൽ അവരേതൊക്കെ ആ ഒരു വിദ്വേഷം ഏതൊക്കെ രീതിയിൽ അനുഭവ സാക്ഷികളാണ് നമ്മൾ. നമുക്കറിയാം, നാം ഒരുപാട് കാലമായി പറയുന്നു, ഇറാഖിലേക്ക്, അതേപോലെ ഇറാനിലേക്ക്, സിറിയയിലേക്ക്, ഫലസ്തീനിലേക്ക്, ജമ്മു കാശ്മീരിലേക്ക്, ഗുജറാത്തിലേക്ക് നോക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഫാഷിസത്തെക്കുറിച്ച് നാം പരിചയപ്പെടുത്തിയിരുന്നു. പക്ഷെ ആ ഫാഷിസം ഇന്ന് നമ്മുടെ വീടുകളിൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരു കഥ പറയാറുണ്ട്. വലിയൊരു കൃഷിഭൂമിയുള്ള കൃഷിക്കാരൻ, ആ കൃഷിക്കാരൻ തന്റെ ആ കൃഷിയിടത്തിൽ പലതും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കൃഷിയിടത്തിൽ കൃഷി നശിപ്പിക്കുന്ന ജീവികളായിക്കൊണ്ട് തന്നെ വലിയ പെരിച്ചായി, എലിയും അതേപോലെ പാമ്പുമൊക്കെ ആ കൃഷിയിടത്തിലുണ്ട്. ആ കൃഷിക്കാരനും തന്റെ ഭാര്യയും എല്ലാ ദിവസവും കൃഷിഭൂമിയിലേക്ക് ചെന്നുകൊണ്ട് ഈ ജന്തുക്കളെയൊക്കെ ആട്ടി ഓടിക്കുകയും തങ്ങളുടെ കൃഷികൾക്ക് ആവശ്യമായ വെള്ളവും വളവുമൊക്കെ നൽകി സംരക്ഷിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഒരു ദിവസം ആ കൃഷിക്കാരൻ ആ കൃഷിഭൂമിയുടെ ഉടമയും തന്റെ ഭാര്യയും യജമാനത്തിയും കൂടെ തോട്ടത്തിലേക്ക്, കൃഷിഭൂമിയിലേക്ക് കടന്നു വരികയാണ് ഒരു വലിയ പൊതിയുമായി. ആ കൃഷിയിടത്തിലെ എപ്പോഴും അവിടെ ഉണ്ടാവാറുള്ള ആ പെരിച്ചാഴിയും അതിങ്ങനെ ശ്രദ്ധിച്ചു നോക്കുക. എന്താ ഇവരിന്ന് വലിയ സന്തോഷത്തിലാണല്ലോ വരുന്നത്, രണ്ടുപേരും കൂടെ ഒരു വലിയ പൊതിയുമായാ വരുന്നത്, എന്തിരിക്കും ആ പൊതിയിലുള്ളത് എന്നിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് ആ എലി, പെരിച്ചാഴി അതിങ്ങനെ ശ്രദ്ധിച്ചു വീശിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ആ യജമാനൻ പൊതി അഴിച്ചുകൊണ്ട് ഒരു വലിയ എലിക്കണിയാണ്, എലിയെ പിടിക്കാനുള്ള ഒരു എലിക്കണി, ഒരു പെട്ടി, ആ പെട്ടി നല്ല നോക്കി ആ കൃഷിഭൂമിയിൽ നല്ലൊരു സ്ഥലത്ത് അത് പ്രതിഷ്ഠിച്ചു. പെരിച്ചാഴി മനസ്സിലാക്കി, കൃഷിക്കാരൻ അടങ്ങിയിരിക്കുന്ന സ്വഭാവമല്ല, നമ്മളെ പിടികൂടാൻ വേണ്ടിയുള്ള പദ്ധതിയുമായാ വന്നത്. ആ പെരിച്ചാഴി ഓടിച്ചെന്നത് ആ കൃഷിയിടത്തിൽ എപ്പോഴും കൊത്തി തിന്നാൻ ഓടി വരാറുള്ള പൂവൻകോഴിയുടെ അടുത്തേക്ക്. പൂവൻകോഴിയോട് പോയി പറഞ്ഞു, നമ്മുടെ മുതലാളി, നമ്മുടെ യജമാനൻ ഇന്ന് കൃഷിയിടത്തിൽ വലിയൊരു എലിക്കണി വെച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കണമെന്ന്. പൂവൻകോഴി പറഞ്ഞുവത്രേ, ഞാനെന്തിനാ എലിക്കണി ശ്രദ്ധിക്കുന്നത്, നീ ശ്രദ്ധിച്ചാൽ മതിയല്ലോ, നീ ശ്രദ്ധിച്ചോ. നിരാശനായിക്കൊണ്ട് ആ പെരിച്ചാഴി പോയത് ആ മൂർഖൻ പാമ്പിന്റെ അടുത്തേക്ക. മാളത്തിൽ ചെന്നുകൊണ്ട് പറഞ്ഞുവത്രേ, നമ്മുടെ യജമാനൻ ഇന്ന് കൃഷിഭൂമിയിൽ ഒരു എലിക്കണി കൊണ്ടുവച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കണമെന്ന്. മൂർഖൻ പാമ്പും പറഞ്ഞുവത്രേ, ഞാൻ എന്തിനാ ശ്രദ്ധിക്കുന്നത്, അത് നീ ശ്രദ്ധിച്ചാൽ മതി. അവസാനം ആ പൂവൻകോഴി അവിടുത്തെ ആ കൃഷി തൊഴുത്തിലെ, കാലിത്തൊഴുത്തിലെ ആ പശുവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞുവത്രേ, ഇന്ന് കൃഷിഭൂമിയിൽ ഒരു എലിക്കണി കൊണ്ടുവച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കണമെന്ന്. ആ പശുവും കളിയാക്കിയത്രേ, ഞാനെന്തിനാ എലിക്കനെ ശ്രദ്ധിക്കുന്നത്, നീയല്ലേ എലിക്കനെ ശ്രദ്ധിക്കേണ്ടത് എന്ന്. അവസാനം രാത്രിയുടെ ഇരുട്ടിൽ വലിയൊരു ശബ്ദം കേട്ട ആളെ യജമാനത്തിൽ, ഓ, എലിക്കണിയിൽ പെരിച്ചാഴി കുടുങ്ങിയിട്ടുണ്ട് എന്ന വിശ്വാസത്താൽ ആ ഇരുട്ടിൽ തോട്ടത്തിലേക്ക്, കൃഷിഭൂമിയിലേക്ക് കയറിയ ആ യജമാനത്തി അറിയാതെ എലിക്കണി എടുത്തപ്പോ, ഇരുട്ടിൽ എലിക്കണി എടുത്തപ്പോ ആ എലിക്കണിയിൽ കുടുങ്ങിയ മൂർഖൻ പാമ്പ്, ക്ഷുദ്രജീവി, വിഷജീവി ആ യജമാനത്തിയെ കൊത്തിയെന്ന് ആ കഥ നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ യജമാനത്തിയെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വിരുന്നുകാരൊക്കെ വന്നപ്പോ അന്നത്തെ ദിവസം ആ പൂവൻകോഴിയെ ശരിയാക്കി കറി വെച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ യജമാനത്തി മരിച്ചുപോയി, വിഷമേറ്റ് മരിച്ചുപോയി. ആ യജമാനത്തിയുടെ അടിയന്തരത്തിന് വേണ്ടി ആ പശുവിനെയും കശാപ്പ് ചെയ്ത് അവർ ഭക്ഷിച്ചു. അവസാനം ആ എലി ഇങ്ങനെ ആലോചിക്കുക, പെരിച്ചാഴി, ഞാൻ ആദ്യം പോയി പറഞ്ഞത് പൂവൻകോഴിയുടെ അടുത്താ, പിന്നെ പോയി പറഞ്ഞത് പാമ്പിന്റെ അടുത്താ, പിന്നെ പറഞ്ഞത് പശുവിന്റെ അടുത്താ. അവരൊക്കെ എന്നെ ഇങ്ങനെ പരിഹസിച്ചു, ഞാനാണ് എലിക്കണി ശ്രദ്ധിച്ചവരെ എന്നെ ഉപദേശിച്ചു. ഇന്ന്
അവരൊക്കെ മയ്യത്തായി, ഞാൻ മാത്രം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ ഈ ഒരു ചരിത്രം, ഈ ഒരു കഥ തമാശയാണെങ്കിലും ഈ ഒരു കഥ നമുക്കൊരുപാട് ബോധനം നൽകേണ്ടതുണ്ട്, നമ്മെ ഒരുപാട് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, നമുക്കൊരു വിഷയമല്ലായിരുന്നു വർഗീയതയും തീവ്രവാദവും ഫാഷിസവും. അതങ്ങ് ഇറാഖിലല്ലേ, അതങ്ങ് സിറിയയിലല്ലേ, അത് ഫലസ്തീനിലല്ലേ, അത് കാശ്മീരിലല്ലേ, ഗുജറാത്തിലല്ലേ, ഉത്തരേന്ത്യയിലല്ലേ എന്ന് പറഞ്ഞ് മാറി നിന്ന് നമ്മൾ ഇന്ന് നമ്മുടെ വീടിന്റെ ഉൾത്തളങ്ങളിൽ ആ വർഗീയതയും തീവ്രവാദവും ഒക്കെ നാം എങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു വന്നത് വർത്തമാന ഇന്ത്യയുടെ ഒരു നേർ ചിത്രമാണ്. നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും മാരകമായ ഒരു വലിയ വിപത്ത്. ഈ ഒരു വിപത്തിനെ തിരികൊളുത്തിക്കൊണ്ട് തന്നെ സമുദായത്തിൽ തന്നെ ഒരു വിഭാഗം ഇറങ്ങി പുറപ്പെടുവിച്ചിരിക്കുക. നവോത്ഥാനവാദികളും അതേപോലെ മറ്റു വിഘടിത പ്രസ്ഥാനങ്ങളിലുമൊക്കെ തീവ്രവാദവും വർഗീയതയുമൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് യുവസമൂഹത്തെ തെറ്റിലേക്ക്, ഫാസിസ്റ്റിലേക്ക്, തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഘട്ടം. നമുക്കറിയാം, ഒരുപാട് പേരുകളിൽ തീവ്രവാദത്തിന് വെളിയിൽ നടത്തുന്ന ഫാസിസത്തിന് ചൂട്ടുപണിയെടുക്കുന്ന വിഭാഗങ്ങൾ നമുക്കറിയാം. അതിൽ നിന്നൊക്കെ ഈ സമൂഹത്തെ, യുവസമൂഹത്തെ തെറ്റുകളിൽ നിന്ന് മാറി നിർത്തിക്കൊണ്ട് അതിൽ പിന്തിരിപ്പിച്ചുകൊണ്ട് നേരിട്ട് പോകേണ്ട ജോലി നമ്മുടെ നിർവഹണമാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെയാണ് സൂചിപ്പിച്ചത്, SKSSFകാരായ നമുക്ക് ജോലി കൂടി വരികയാണ്, നമുക്ക് ബാധ്യതകൾ ഏറി വരികയാണ്. നമുക്കൊരിക്കലും വിശ്രമിക്കാൻ സമയമില്ല. ഈ നാട്ടിലെ, നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾ, മത ഭൗതിക വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ യുവസമൂഹം തെറ്റിലേക്ക് നീങ്ങിപ്പോകുന്നത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ യുവസമൂഹം ഫാഷിസത്തിലേക്ക്, തീവ്രവാദത്തിലേക്ക്, വർഗീയതയിലേക്ക് നീങ്ങിപ്പോകുന്നത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിന്റെ വിശ്വാസം കവർന്നെടുക്കുന്നത് ആത്മീയതയുടെയും മറ്റു പലതിന്റെയും പേരിൽ ചൂഷണം ചെയ്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെ വിശ്വാസം കവർന്നെടുക്കുന്നത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധിക്കാൻ നാം മാത്രമേയുള്ളൂ എന്ന ഒരു ബോധ്യം. എത്രത്തോളം നാം പറയാറുണ്ടല്ലോ, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ പ്രദേശത്ത് നമ്മളാണ് ഭൂരിപക്ഷം, സമസ്തയാണ് ഇവിടെ ദീൻ കാര്യങ്ങൾ നോക്കുന്നത് എന്ന് നാം പറയാറുണ്ട്. അതേപോലെ തന്നെ നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് എത്തുമ്പോൾ നാം തന്നെയാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. നാളെയും അള്ളാഹു നമ്മോടാണ് ചോദിക്കുക. പ്രവാചകരുടെ സ്വഹാബത്തിന്റെ ഈ ദൗത്യം ഏറ്റെടുത്ത് അവകാശപ്പെടുന്ന സമസ്തയുടെ അതിന്റെ പോഷക ഘടകങ്ങളായ ഭാരവാഹികത്തിൽ ഇരിക്കാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകി. നാളെ അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ നീ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് നാമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിച്ചു, നമുക്കൊരിക്കലും വിശ്രമിക്കാൻ സമയമില്ല. നമ്മുടെ ദൗത്യം നമ്മുടെ പ്രവർത്തനം അത് അപങ്കുലം തുടരേണ്ടതുണ്ട്. സമൂഹത്തിന് ദീൻ പറഞ്ഞു കൊടുത്തുകൊണ്ട്, ദീനി പ്രബോധനം നടത്തിക്കൊണ്ട്, യഥാർത്ഥ ദിശ കാണിച്ചു കൊടുത്തുകൊണ്ട് നാം സമൂഹത്തെ നയിക്കേണ്ടതുണ്ട്. ഇതാണ് SKSSFന്റെ ദൗത്യം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ ആധികാരിക പണ്ഡിത സഭയെക്കുറിച്ച് നമുക്കറിയാം. ആ സഭക്ക് ഊന്നും അതേപോലെ അതിന് ചാലക ശക്തിയുമായി, ഊന്നുവെടിയും ചാലക ശക്തിയുമായി പ്രവർത്തിക്കേണ്ടത് SKSSF ആണ്. സമസ്തയുടെ ആശയങ്ങളും ആദർശങ്ങളും സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടത് SKSSF ആണ്. നമുക്കൊരിക്കലും ഉറങ്ങിക്കിടക്കാൻ കഴിയില്ല. നാം ഒക്കെ നമ്മുടെ പിന്നിലാണ്, മഹല്ല് നമ്മുടെ പിന്നിലാണ്, സമൂഹം നമ്മുടെ പിന്നിലാണ്, ജനങ്ങൾ നമ്മോടൊപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് നാം ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ കാലിനടിയിൽ നിന്ന് മണ്ണിങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്ത് നമുക്കറിയാമല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകർ അറഫ മൈതാനിയിൽ വെച്ചുകൊണ്ട് ഹജ്ജത്തുൽ വദാ കൊണ്ട് 1,00,000 സഹാബത്തിനെ അണിനിരത്തിക്കൊണ്ട്, ഏതാണ്ട് 1,00,000 സഹാബത്തിനെ അണിനിരത്തിക്കൊണ്ട് പ്രവാചകർ ചെയ്ത ആ വിടവാങ്ങൽ പ്രസംഗം, അവിടെയാണല്ലോ പരിശുദ്ധ ദീൻ പരിപൂർണമാക്കിയത്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ. ഇന്നേ ദിവസം
നീ പരിശുദ്ധമായ ദീനിന് നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ദീനിന്റെ ആ പൂർത്തീകരണത്തെ വിളംബരം ചെയ്ത ആ ഹജ്ജത്തുൽ വദായിലെ ആ വിടവാങ്ങൽ പ്രസംഗത്തിന് 1,00,000-ഓളം സ്വഹാബത്ത് അണിനിരന്നിരുന്നു എന്ന ചരിത്രം പഠിപ്പിക്കുന്നത്. പക്ഷേ ഇന്ന് വിശുദ്ധ മക്കയിലും മദീനയിലും അതിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ നാം ഒന്ന് പരിശോധിച്ചാൽ, ചരിത്രം പഠിക്കാൻ തയ്യാറായാൽ, ഏതാണ്ട് കേവലം 10,000-ന് ചുവട് സ്വഹാബത്ത് മാത്രമേ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുള്ളൂ എന്ന ചരിത്രം നാം മനസ്സിലാക്കേണ്ടത്. ബാക്കി 90,000-ഓളം പേര് അവരെവിടെയാണ് പോയത്? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദീനി പ്രബോധനത്തിന് വേണ്ടി, ദീനി പ്രചരണത്തിന് വേണ്ടി. നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്തും കേരള സംസ്ഥാനത്തുമൊക്കെ സ്വഹാബത്തിന്റെ സാന്നിധ്യമുണ്ടായല്ലോ. അതുകൊണ്ടാണല്ലോ പരിശുദ്ധമായ ദീൻ ഇവിടെയൊക്കെ ആ കെട്ടിലും മട്ടിലും വ്യത്യാസമില്ലാതെ എത്തിക്കാൻ കഴിഞ്ഞത്. ഞാൻ സൂചിപ്പിച്ചത് 1,00,000-ഓളം വരുന്ന സ്വഹാബത്തിനെ അണിനിരത്തിക്കൊണ്ട് പ്രവാചകർ ചെയ്ത പ്രസംഗം, ആ പ്രസംഗം ശ്രവിച്ചു നിന്ന ആ സ്വഹാബത്ത് ചരിത്രം പഠിപ്പിക്കുന്നു. അവർ ഏത് ദിശയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണോ നിന്നത്, അവിടെ വാഹനം ഏത് ദിശയിലേക്കായിരുന്നോ ആ വിടവാങ്ങൽ പ്രസംഗം നടക്കുമ്പോൾ നിർത്തിയിട്ടിരുന്നത്, ആ ദിശയിലേക്ക് ദീനി പ്രബോധനവുമായി ഇവിടെ സാക്ഷിയുള്ളവർ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന അല്ലാഹുവിന്റെ പ്രവാചകരുടെ ആ അനുസരിക്കാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർ ദീനി പ്രബോധനവുമായി പോയി എന്ന പരിശുദ്ധമായ ദീൻ ഉണ്ടായത് ആ രീതിയിലാണ്. സ്വഹാബത്ത് കഷ്ടപ്പെട്ടുകൊണ്ട്, അതിനുശേഷം താബിഈങ്ങൾ, സലഫ് സ്വാലിഹീങ്ങൾ, നമ്മുടെ അഭിമന്യരായ ആരിഫീങ്ങൾ, ഔലിയാക്കന്മാർ, ഉലമാക്കൾ, ഇവരൊക്കെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ ദീൻ ഉണ്ടായത്. ആ ഒരു ദൗത്യമാണ് ഇന്ന് കാലം നമ്മെ ഏൽപ്പിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് ഏൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ബാധ്യത വിസ്മരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയില്ല. നാം നമ്മുടെ ബാധ്യത വിസ്മരിക്കാൻ പാടില്ല. നാം നമ്മുടെ ഉത്തരവാദിത്തം നിർവഹിച്ചേ തീരൂ. നാം ഉറക്കം നടിച്ചാൽ നാം ഉത്തരവാദികളായി ചോദ്യം ചെയ്യപ്പെടുന്നവരായി തീരും. നാം ഏറ്റെടുത്ത ദൗത്യം ശാഖയുടേതാവട്ടെ, ക്ലസ്റ്ററിൻ്റാവട്ടെ, മേഖലയാവട്ടെ, ജില്ലയാവട്ടെ, സംസ്ഥാന കമ്മിറ്റിയാവട്ടെ, ഏതു ഭാരവാഹിത്വമാണോ നമ്മിലേക്ക് എത്തിയത് അതിനെക്കുറിച്ച് നാം ചോദ്യം ചെയ്യപ്പെടുമെന്നല്ല ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടാവണം. അങ്ങനെയാണല്ലോ അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. കുല്ലുക്കും മസ്ഊലുൻ വകുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി. നിങ്ങൾ ഓരോരുത്തരും ഭരണാധികാരികളാണ്. നിങ്ങളുടെ ഭരണീയരെക്കുറിച്ച് നിങ്ങളെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന്. ശാഖയുടെ സെക്രട്ടറി ആവട്ടെ, പ്രസിഡന്റ് അല്ലെങ്കിൽ ക്ലസ്റ്ററിന്റെ ഭാരവാഹിയാവട്ടെ, ജില്ലയാവട്ടെ, മേഖലയാവട്ടെ, ഏതായിരുന്നാലും നമ്മിലേക്ക് അല്ലാഹു നൽകിയ ആ അധികാരം, അതിനെക്കുറിച്ച് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നാം ഉത്തരം പറയേണ്ടി വരും. സൂചിപ്പിച്ചുവല്ലോ, SKSSF-ന്റെയും സമസ്തയുടെയും പ്രവർത്തനങ്ങൾ ദീനി പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് തന്നെ കേവലം നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. നാം നമ്മുടെ ഉത്തരവാദിത്തം നിർവഹിച്ചേ തീരും. സ്വഹാബത്തിന്റെ ചരിത്രങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു വരുന്നില്ല. ആ സ്വഹാബത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദീനി പ്രബോധനം നടത്താൻ വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച ത്വാരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്കറിയാം. സ്പെയിനിലേക്ക് എത്തിയപ്പോൾ കപ്പലിറങ്ങിയിട്ട് അവർ ആദ്യം ചെയ്ത പണി ആ കപ്പലിന് തീ കൊടുക്കുകയായിരുന്നു, തിരിച്ചു പോവുക എന്നുള്ള ചിന്ത ഇല്ലാതിരിക്കാൻ വേണ്ടി. അതേ രീതിയിൽ സ്വന്തത്തെ മറന്നുകൊണ്ട്, സ്വന്തം കുടുംബത്തെ മറന്നുകൊണ്ട്, മറ്റാവശ്യങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ട് പരിശുദ്ധ ദീനിന് വേണ്ടി സമർപ്പിച്ചവരായിരുന്നു മുൻകാല നേതാക്കന്മാരൊക്കെ. ആ രീതിയിൽ അല്ലാഹു നമുക്ക് നൽകിയ ഈ അനുഗ്രഹം നിങ്ങൾ നോക്ക്, എന്തൊരു ഭാഗ്യമാണ് ഈ സംഘടനയിൽ കണ്ണികളാവാൻ അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹം. അതിലുപരി അല്ലാഹു നമുക്ക് നൽകിയ ആരോഗ്യം, നമ്മുടെ അവയവങ്ങൾ, പ്രവർത്തനക്ഷമമായ അവയവങ്ങൾ, കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ പ്രായക്കാരായ അതല്ലെങ്കിൽ നമ്മേക്കാൾ പ്രായം കുറഞ്ഞ എത്രയോ പേര് നമ്മോടൊപ്പം ഒരുമിച്ച് കളിച്ചു ചിരിച്ചു പഠിച്ചു ഇന്ന് ലോകത്തില്ല. അവർ വിട പറഞ്ഞുപോയി, അതല്ലെങ്കിൽ അവർ പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ അല്ലാഹു നമ്മെ അനുഗ്രഹിച്ചു, ആരോഗ്യം നൽകി, നമ്മുടെ അവയവങ്ങൾക്ക് പ്രവർത്തനശേഷി നിലനിർത്തി തന്നു. ഈയൊരു വലിയ അനുഗ്രഹം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്.
ഇതിനൊക്കെ നാം അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയുമ്പോൾ, അള്ളാഹുവെ, മഹാന്മാരായ ആലിമീങ്ങൾ, സാദാത്തുക്കൾ, ആരിഫീങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാൻ നിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചു, SKSF വേണ്ടി, സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് അള്ളാഹുവിന്റെ കോടതിയിൽ പറയാൻ നാം നമ്മുടെ പ്രവർത്തന രംഗത്ത് കർമ്മഗോതയിൽ സജീവമാവേണ്ടിയിരിക്കുന്നു. അതാണ് ഈ ഒരു മദീന പാഷനിലെ അസംബ്ലിയും ഇതിനെ ക്യാമ്പുമൊക്കെ നമുക്ക് നൽകുന്ന സന്ദേശം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സമുദായം ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഓർമ്മ വരാറുള്ള പുസ്തകങ്ങളിലൊക്കെ അല്ലെങ്കിൽ കുട്ടികൾക്ക്, സ്കൂൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകൾ, അവരെ കഥ ഓർമ്മ വരാറുണ്ട്. എന്താണ് ആ കഥയെന്നല്ലേ? കഥ പറയേണ്ടതല്ല, എന്നാലും മുസ്ലിം ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. എവിടെയും പ്രവർത്തന രംഗത്ത് നാം മന്ദഗതിയില്ല. നാം ഉറക്കം തെളിയുമ്പോഴേക്ക് മറ്റു പലരും നമ്മുടെ മഹല്ലുകളിലൊക്കെ കടന്നു കയറി നമ്മുടെ സമൂഹത്തെയൊക്കെ അവർ കൊണ്ടുപോയിട്ടുണ്ടാവും. ഈ ഒരു രീതിയിലാണ് നമ്മുടെ മഹല്ലുകളിലും നമ്മുടെ ചുറ്റുഭാഗത്തുമൊക്കെ നാം കണ്ടു. രാജാവാണല്ലോ സിംഹം, സിംഹരാജൻ. ആ സിംഹരാജൻ ഒരിക്കൽ ഒരു ഉത്തരവിറക്കി. എല്ലാ മൃഗങ്ങളെയും വിളിച്ചുകൂട്ടി ഒരു മൈതാനിയിൽ ഒത്തുകൂടാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഒത്തുകൂടുക എന്ന് മാത്രമല്ല, വലിയ പന്തലൊക്കെ ഒരുക്കി, സ്റ്റേജൊക്കെ കെട്ടി, മൈക്കൊക്കെ വെച്ച് എല്ലാ ആളുകളും വന്നുകൊണ്ട് സ്റ്റേജിൽ കയറി, മൈക്കിൽ കയറി ഓരോരുത്തരായിക്കൊണ്ട് ഓരോ കഥ പറയണം. കഥ പറഞ്ഞാൽ പോരാ, സമൂഹത്തെ ഒന്നടങ്കം ചിരിപ്പിക്കുകയും വേണം. എല്ലാവരും കഥ ഉൾക്കൊള്ളണം. സിംഹരാജന്റെ ഉത്തരവാണ്. കഥ പറഞ്ഞ് സമൂഹം ചിരിക്കണം. ചിരിച്ചില്ലെങ്കിൽ കഥ പറയുന്നവന്റെ കഥ ഞാൻ കഴിക്കുമെന്നാണ് സിംഹരാജന്റെ ഉത്തരവ്. കാട്ടിലാണല്ലോ, സിംഹരാജൻ പറയുന്നതിലപ്പുറം ഇല്ലല്ലോ. ഏതായാലും ആ ദിവസം വന്നടഞ്ഞു, വലിയ പന്തലൊക്കെ ഒരുക്കി, സ്റ്റേജൊക്കെ കെട്ടി, മൈക്കൊക്കെ റെഡിയാക്കി. അന്ന ദിവസം എല്ലാ ആളുകളും, എല്ലാ മൃഗങ്ങളും ഒത്തുകൂടി. സിംഹം ഇങ്ങനെ തന്റെ അധികാരത്തോടുകൂടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. മൃഗങ്ങളൊക്കെ അണിനിരന്നു. ഓരോരുത്തരായി സ്റ്റേജിലേക്ക് കയറി വന്നുകൊണ്ട് മൈക്കിന്റെ മുമ്പിലേക്ക് വരികയാണ്. എന്താ ഞങ്ങളുടെ ദൗത്യം? സിംഹരാജന്റെ ഉത്തരവാണ്. നല്ല കഥ പറയണം, സമൂഹത്തെ ഒന്നാകെ ചിരിപ്പിക്കണം. ചിരിപ്പിച്ചില്ലെങ്കിൽ എന്റെ കഥ കഴിഞ്ഞു പോവും. എല്ലാവരും ഇങ്ങനെ ബേജാറായി വെപ്രാളത്തോടെ സ്റ്റേജിലേക്ക് കയറി നിന്ന് മൈക്കിന് മുമ്പിൽ നിന്നു. ആദ്യമായി വന്നത് ആനയാണ്. ആന സ്റ്റേജിൽ കയറി മൈക്കിന് മുമ്പിൽ വന്നു, കഥ പറയാൻ തുടങ്ങി. നല്ല രസകരമായ കഥ. സമൂഹം, മുമ്പിലുള്ള മൃഗങ്ങളൊക്കെ കുലുങ്ങി കുലുങ്ങി ചിരിക്കാൻ തുടങ്ങി. കഥ കഴിഞ്ഞു. ആന തിരിച്ചു പോകാൻ ഇറങ്ങുമ്പോൾ സിംഹരാജൻ പറഞ്ഞു, പോവാനായില്ല. കാട്ടിലെ ഏറ്റവും വലിയ ജീവിയൊക്കെ ആയിരിക്കാം നിങ്ങൾ, പക്ഷെ നിങ്ങളുടെ കഥ അത്ര എഫക്റ്റീവ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ആ മൂലയിൽ കണ്ടില്ലേ ഒരു ആമ? ആമ ചിരിച്ചിട്ടില്ലല്ലോ. ബാക്കി എല്ലാവരും ചിരിച്ചു, പക്ഷെ ആമയെ ചിരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കഥ സമൂഹത്തിന് ഒന്നടങ്കം അത് എഫക്റ്റീവ് ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കഥ കഴിക്കുകയാണെന്ന് പറഞ്ഞ ആനയെ സിംഹരാജൻ ശരിയാക്കി. രണ്ടാമതായിക്കൊണ്ട് കഥ പറയാൻ വരുന്നത് കുരങ്ങനാണ്. രണ്ടാമതായിക്കൊണ്ട് കഥ പറയാൻ വന്നത് കുറുക്കനാണ്. കുറുക്കന്റെ യുക്തിയും തന്ത്രമൊക്കെ നമുക്കറിയാലോ. കുറുക്കൻ കഥ പറയാൻ വന്ന് കുറുക്കൻ കഥ പറയാൻ തുടങ്ങി. കഥ കഴിഞ്ഞ് പോകുമ്പോ സിംഹരാജൻ പറഞ്ഞു, ഇതേപോലെ തന്നെ കണ്ടോ, നിങ്ങളെ കഥ ഉഷാറായിട്ടുണ്ട്, പക്ഷേ നമ്മൾ അപ്പോഴും ചിരിച്ചില്ല. അതുകൊണ്ട് സമൂഹത്തിൽ എല്ലാവർക്കും നിങ്ങളുടെ പ്രബോധനം എത്തിയിട്ടില്ല, ചിരിപ്പിക്കാൻ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ കഥയും ഞാൻ കഴിക്കുക. കുറുക്കനെയും ശരിയായി. മൂന്നാമതായിക്കൊണ്ട് മൂന്നാമത്തെ ഊഴം കുരങ്ങന. കുരങ്ങൻ ആദ്യമേ ബേജാറായി. ഏറ്റവും വലിയ തന്ത്രശാലി ജീവി, ഏറ്റവും വലിയ ജീവി ആനന്റെ കഥ കഴിഞ്ഞു പോയി. നല്ല യുക്തിയും കൗശലമൊക്കെ ഉള്ള കുറുക്കനും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഞാൻ എന്തായാലും രക്ഷപ്പെടൂല എന്ന് ആലോചിച്ച് ബേജാറായി മൂത്രമൊഴിച്ചുകൊണ്ട സ്റ്റേജിലേക്ക് വന്നത്. സ്റ്റേജിന്റെ മുമ്പിൽ വന്ന് മൈക്കിന്റെ അടുത്ത് വന്ന് തൊണ്ട അനക്കിയപ്പോഴേക്കന്നെ ആമ ചിരിക്കാൻ തുടങ്ങി. അപ്പൊ സിംഹരാജൻ പറഞ്ഞു, പറയാനായില്ല, കഥ പറയാനായില്ല. നമ്മളെ ആമ, ഇതുവരെ ചിരിക്കാത്ത ആമ അതാ ചിരിക്കുന്നത്.
എന്തതിന് കാരണം? ആമയെ വിളിച്ചു. കുരങ്ങൻ കഥ പറയാൻ തുടങ്ങിയില്ലല്ലോ, നീ എന്താ ഇപ്പൊ തന്നെ ചിരിക്കുന്നു? അപ്പൊ ആമ പറഞ്ഞ മറുപടി നമ്മുടെ മുസ്ലിം സമൂഹത്തെ കൈവച്ചുകൊണ്ട് ഞാനും നിങ്ങളും ആലോചിക്കേണ്ട ഒരു മറുപടിയാണ്. എപ്പോഴും നമ്മൾ ഉണരാൻ കുറേ സമയമാവും. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പ്രവർത്തന രംഗത്തേക്ക് വരുള്ളൂ. കാലിന്റെ അടിയിലെ മണ്ണ് അപ്പോഴേക്ക് ഒലിച്ചു പോയിട്ടുണ്ടാവും. മഹല്ലുകളിൽ 99% നമ്മളാണെന്ന് എപ്പോഴും നമ്മളിങ്ങനെ പറയും. പക്ഷെ നമ്മുടെ കൂടെയില്ല, അവർ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ കൂടെയാണ്. നമ്മുടെ യുവജനങ്ങൾ അവർ നമ്മോടൊപ്പമില്ല, അവർ വിഘടിത അല്ലെങ്കിൽ ബിദ്ഈ പ്രസ്ഥാനങ്ങളുടെ കൂടെയാണ്. അത്യാവശ്യം പള്ളിയിലൊക്കെ വരുന്ന ആളുകൾ അവരിന്ന് നമ്മോടൊപ്പമില്ല. അവർ താടിയൊക്കെ വെച്ച് തലപ്പാവൊക്കെ ധരിച്ച് നേരെ കാലിന്റെ മുട്ടൻ താഴെ തുണിയൊക്കെ കൊടുത്ത് ഇന്ന് ജമാഅത്തിന് പോകുന്ന വിഭാഗത്തിന്റെ കൂടെയാണ്. പിന്നെ മുസ്ലിം സ്ത്രീകളോ, അവരിന്ന് സീഡിയും കാസറ്റൊക്കെ കേട്ട് പല പ്രസംഗങ്ങളും കേട്ട് അവരിന്ന് വേറെ പല പുത്തൻ പ്രസ്ഥാനങ്ങളുടെയും കൂടെയാണ്. അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയും നെറ്റൊക്കെ ഉപയോഗിച്ച് വേറെ ഏതോ ലോകത്താണ് നമ്മുടെ സമൂഹം. പക്ഷെ നമ്മുടെ ഭാഷയിൽ ഇന്നും സമൂഹം 99% നമ്മുടെ ഒപ്പം. സിംഹരാജൻ പറഞ്ഞു, കുരങ്ങൻ കഥ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്തേ നീ ചിരിക്കാൻ തുടങ്ങിയത്? പാമ പറഞ്ഞ മറുപടി, എങ്ങനെ ചിരിക്കാതിരിക്കുക? നിങ്ങൾ കേട്ടില്ല ആന പറഞ്ഞ കഥ? ആന പറഞ്ഞ കഥ അത് കേട്ട എങ്ങനെ ചിരിക്കാതിരിക്കാൻ കഴിയണം? നിങ്ങൾക്ക് മനസ്സിലായോ? ഫസ്റ്റില് കഥ പറഞ്ഞു പോയ ആനയുടെ കഥ ഓർത്തുകൊണ്ടിരിക്കുക. എപ്പോഴാ ചിരി തുടങ്ങിയ ആമ? ആമക്ക് നേരം വെളുത്തപ്പോഴേക്ക് ആനയും കുറുക്കനൊക്കെ യമപുരിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതേ ഒരവസ്ഥയാണ് നമ്മുടെ അവസ്ഥ. വിദ്യാഭ്യാസ രംഗത്ത് എല്ലാവരും മുന്നേറി, നമ്മൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. എല്ലാ മേഖലയിലും മുസ്ലിം സമുദായം ഏറ്റവും അവസാനം നമ്മൾ ഉണരുള്ളൂ. അപ്പോഴേക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഒരു പരിധി വരെ മാറ്റമുണ്ടാക്കാൻ SKSFന് സാധിച്ചു എന്നാണ് അനുഭവ സാക്ഷി. എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് ആവശ്യമായി സമൂഹത്തിനെ ബോധവൽക്കരിച്ചുകൊണ്ട് സമുദായത്തെ വഞ്ചിക്കുന്നവരുടെ തനിനിറം കാണിച്ചു കൊടുത്തുകൊണ്ട് SKSF മുന്നേറിക്കൊണ്ടിരിക്കുക. ഈ ഒരു ദൗത്യമാണ് നേരത്തെ ഉണരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ബോധവൽക്കരിക്കുന്ന പ്രവർത്തന ബോധയിൽ സജീവമാകുന്ന ഒരു സമൂഹമാണ് കാലം പ്രതീക്ഷിക്കുന്നത്. അതാണ് നമ്മിൽ നിന്നുണ്ടാവേണ്ടത്. നാം പ്രവർത്തന രംഗത്ത് ശീഘ്രമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കും. ആ രീതിയിൽ നമുക്കറിയാം, നാം എപ്പോഴാണോ ആവശ്യം വരുന്നതല്ല, കർമ്മസജ്ജരായിക്കൊണ്ട് രീതിയിലുണ്ടാവണം. നമ്മുടെ സമൂഹത്തിന് എല്ലാ വിഭാഗത്തെയും പ്രതികരിച്ചുകൊണ്ട് വിദ്യാർത്ഥി സമൂഹത്തിന്, യുവ സമൂഹത്തിന്, വയോജനങ്ങൾക്ക്, സ്ത്രീ സമൂഹത്തിന് ആ മേഖലകളിലൊക്കെ ഇടപെട്ടുകൊണ്ട് സമസ്തയുടെ പ്രവർത്തനങ്ങൾ സഹകരിച്ചുകൊണ്ട് SKSFന്റെ പ്രവർത്തന വീതിയിൽ മുന്നോട്ട് പോവാൻ ഏറ്റവും വലിയ ഊർജമാവണം ഈ മദീന പാഷൻ എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മദീന പാഷൻ സൂചിപ്പിച്ചു, മദീന ലക്ഷ്യം ഇവിടെ സൂചിപ്പിച്ചു. അതേപോലെ നാം ഈ സമ്മേളനത്തിന് നാമകരണം നൽകിയത് ഹുദൈബിയ നഗരി എന്ന. ഈ ഹുദൈബിയയും നമുക്ക് ഒരുപാട് സന്ദേശം നൽകുന്നുണ്ട്. ഇസ്ലാമിക ചരിത്രം പഠിക്കുമ്പോൾ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കരാറുകൾക്ക് സാക്ഷ്യം വഹിച്ച പ്രദേശമാണ് ഹുദൈബിയ. ഒന്ന്, ബൈഅത്തുർ റിദ്വാൻ എന്നറിയപ്പെടുന്ന അല്ലാഹുവിന്റെ പ്രവാചകര് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് സ്വഹാബത്ത്, ഞങ്ങൾ എന്തിനും തയ്യാറാണ്, അല്ലാഹുവിന്റെ പ്രവാചകരെ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടെന്ന് യാതൊരു അർത്ഥശങ്കയും ഇല്ലാത്ത വിധം പ്രഖ്യാപിച്ച ബൈഅത്തുർ റിദ്വാൻ. ആ ബൈഅത്തുർ റിദ്വാൻ നടന്ന പ്രദേശമാണ് ഹുദൈബിയ. അതേപോലെ സ്വഹാബത്തിനെ പോലും പ്രകോപിതരാക്കിയ, അടിസ്ഥാന വിഷയങ്ങളിൽ പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായ, അള്ളാഹുവിന്റെ പേരെഴുതാൻ, അള്ളാഹുവിന്റെ ദൂതനം എഴുതാൻ പാടില്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വാക്യം അത് എഴുതാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോ അത് അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്ത ആ ഹുദൈബിയ സന്ധി,
ആ സന്ധി നടന്ന പ്രദേശവുമാണ് ഹുദൈബിയ. ഈ നഗരി നൽകുന്ന സന്ദേശം ആദർശത്തിലും യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യത്ത് ബഹുസ്വര സമൂഹത്തിൽ മറ്റു വിഭാഗങ്ങളുമായി സന്ധി ചെയ്തുകൊണ്ട് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യം തന്നെയാണ്. ഈ രീതിയിൽ രണ്ട് മഹത്തായ ലക്ഷ്യങ്ങളാണ് സ്വന്തം ജീവിതത്തിൽ ഇസ്ലാമായി ജീവിക്കുന്നതിൽ, സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നതിൽ, SKSFകാരനാകുന്നതിൽ യാതൊരു അപകർഷതയുമില്ലാതെ, യാതൊരു സങ്കോചവുമില്ലാതെ, മടി കൂടാതെ ആശയത്തിലും ആദർശത്തിലും ധീരതയോടെ ഉറച്ചു നിൽക്കാനും, അതോടൊപ്പം നാം ജീവിക്കുന്ന ബഹുസ്വര സമൂഹത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി, നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി, നമ്മുടെ ദീനിനു വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള ആ ഒരു പ്രതിജ്ഞ കൂടെ പുതുക്കുക. അതാണ് ഹുദൈബിയ നൽകുന്ന സന്ദേശം. ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് മദീന പാഷന്റെ യഥാർത്ഥ സത്ത അത് ശിരസാ വഹിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ, സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രവിച്ച പറഞ്ഞുകൊണ്ട് അള്ളാഹു ഇതൊക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഈ സംഘടനാ പ്രവർത്തനങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മുടെ SKSFന്റെയും സമസ്തയുടെയും ഒക്കെ നമ്മുടെ നാം ചെലവഴിക്കുന്ന സമയങ്ങളുമൊക്കെ നാളെ നന്മ തിന്മ തൂക്കുന്ന തുലാസിൽ കനമുള്ള അമലാക്കി അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് ഇവിടെ സൂചിപ്പിച്ചു അവർ ഒരുപാട് അവർ ത്യാഗങ്ങൾ സഹിച്ചാണ് ഇന്നത്തെ ഈ യുവ സമൂഹത്തിലേക്ക് സംഘടനയെ എത്തിച്ചത്. ഇന്ന് സംഘടന നിലനിൽക്കൊണ്ടിരുന്നത് കഴിവുള്ള പ്രാപ്തരായ നേതാക്കന്മാരാണ്. അതേപോലെ ഇനി മുമ്പിലേക്ക് വളർന്നു വരാനുള്ള ഭാവി വാഗ്ദാനങ്ങളാണ് നിങ്ങൾ. ഈ ജില്ലയിൽ, ഈ സംസ്ഥാനത്ത് ചരിത്രങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിൽ തന്നെ സംഘടനാ പ്രവർത്തന രംഗത്ത് നിങ്ങളൊക്കെ ഉണ്ടാവണമെന്ന് വളരെ വിനീതമായി അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു താരിഖ് ഇബ്നു സിയാദ് തങ്ങളുടെ കപ്പൽ ഇവിടെ ആവർത്തിക്കപ്പെടണം. ഉസ്താദിന്റെ വാക്കുകൾ അടിവരയിട്ട് പറയുന്നു. നമ്മൾ ഈ ക്യാമ്പിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിലും കൂടെയുണ്ടായിരുന്ന, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ ഗ്രസിച്ചിരുന്ന നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് മാറ്റു കുറക്കാൻ ഹേതുവാകുന്ന ഒരുപാട് കാരണങ്ങൾ നമ്മുടെ മനസ്സിലും നമ്മുടെ പ്രദേശങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട താരിഖ് ഇബ്നു സിയാദ് തങ്ങൾ തന്റെ കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി നശിപ്പിച്ച ആ തടസ്സങ്ങളൊക്കെ ഇനിയുള്ള പ്രവർത്തന ഗോതയിലേക്ക് കർമ്മസജ്ജരായിട്ടാവണം നമ്മൾ ഇറങ്ങേണ്ടത്. അല്ലാഹുവിന്റെ തൗഫീഖ് നൽകുമാറാവട്ടെ. അതോടൊപ്പം റിദ്വാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ കൈ പിടിച്ച് സ്വഹാബത്തെടുത്ത ആ മരണം നമ്മുടെ ഊർജ്ജം എല്ലാം ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ യോടുകൂടിയാവണം നമ്മൾ പിരിയേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ അടുത്ത ക്ലാസ് ആരംഭിക്കുകയാണ്. അതിന് മുമ്പ് ക്യാമ്പ് പ്രതിനിധികളൊക്കെ അല്പസമയം എഴുന്നേറ്റ് നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. എല്ലാവരും ഇരുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഇനി നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് ഈ ഹാളിന്റെ ഉള്ളിൽ ഒരു ഇടിമുഴക്കം സൃഷ്ടിക്കുമാർ ഉച്ചത്തിൽ പറയുക. നമ്മുടെ പരിപാടിയുടെ പേരെന്താണെന്ന് ഉറക്കനെ പറയാം. നമ്മൾ ഒരുമിച്ച് പറഞ്ഞാൽ ഇത്ര ശബ്ദം ഉണ്ടായാൽ പോരല്ലോ. മദീനയോടുള്ള സ്നേഹമാണ്, അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യനബിയോടുള്ള വല്ലാത്ത പ്രണയമാണ്. പുണ്യനബി ഉണ്ടാകണമെങ്കിൽ സ്വലാത്ത് ചൊല്ലാതെ അത് സാധ്യമല്ല. അതുകൊണ്ട് മദീന
ആ സ്നേഹവും പ്രണയവുമൊക്കെ സ്വലാത്തിനും നമുക്ക് നേടിയെടുക്കണം. അതുകൊണ്ട് നേരത്തെ നമ്മുടെ ഈ ഹാളിലെ ഉച്ചത്തിൽ തന്നെ നമ്മൾ 3 സ്വലാത്ത് ചൊല്ലുകയാണ്. ഇനി അവിടെ ഇരുന്നോളി. വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഫൈസി ഉസ്താദ് സംസാരിക്കുക. നമ്മൾ പൊതുവായി ഒന്ന് പഠിക്കും, മനസ്സിലാക്കി അത് സ്വാഗത ഭാഷണത്തിൽ അതെല്ലാം നേരത്തെ സൂചിപ്പിച്ച ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചു. നമുക്ക് ഇന്ന് ക്യാമ്പ് നടത്താൻ യതീംഖാനയുണ്ട്, നല്ല നമുക്ക് നടത്താൻ നല്ല സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നുമില്ലാത്ത നമ്മുടെ നാട്ടിൽ ഈ മഹത്തായ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ നമ്മുടെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ചരിത്രം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ അത് വർത്തമാന SKSSFന്റെ ഇടപെടൽ, വർത്തമാന SKSSFന്റെ പ്രതിനിധികളായ നമ്മളൊക്കെ ഉള്ളേണ്ട ഒരുപാട് വലിയ പാഠങ്ങളും നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ജില്ലാ SKSSFന്റെ വയനാട് അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഫൈസി പേരാൽ അവർ നമ്മോട് അഭിസംബോധനം ചെയ്യുന്നു. സ്നേഹപുരസ്സരം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ വേദിയിലെ നീലഗിരി ജില്ലയിലെ സമസ്തയുടെയും ഇതര പോഷക സംഘടനകളുടെയും ബഹുമാന്യ നേതാക്കളെ, മദീന പാഷനിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അതിൻ്റെ വർത്തമാന കാലത്തെ ഏറ്റവും വലിയ സംഘശക്തിയായ സമസ്തയ്ക്ക് വേണ്ടി അതിൻ്റെ ഊന്നുവടിയായ SKSSF എന്ന സംഘടനാ സംവിധാനത്തിലൂടെ ദീർഘകാലം പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇവിടെ പരാമർശിക്കപ്പെട്ട ഏതാനും പേരുകൾ, അതോടൊപ്പം പേര് പറയപ്പെടാത്ത നമുക്കറിയാവുന്ന നാം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട മറ്റ് കുറേ സഹോദരങ്ങൾ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് ഒരുപാട് ത്യാഗം സഹിച്ച് വിട പറഞ്ഞു പോയി. അള്ളാഹു അവരുടെയൊക്കെ കബറിടം സ്വർഗത്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാവട്ടെ. നീലഗിരി ജില്ല കേരളത്തിലല്ല, എന്നാൽ കേരളത്തിലേതുപോലെ വ്യവസ്ഥാപിതമായി സംഘടനാ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഞാൻ ഓർക്കുന്നത് 1994 സുൽത്താൻ ബത്തേരി ദാറുൽ ഉലൂം അറബി കോളേജിൽ വെച്ചുകൊണ്ട് SKSSFന്റെ ഒരു ജില്ലാ ക്യാമ്പ് നടക്കുകയാണ്. ആ ജില്ലാ ക്യാമ്പ് നടക്കുമ്പോൾ വയനാട് ജില്ലയിൽ 3 താലൂക്കുകളാണുള്ളത്. 3 താലൂക്കുകളിലാണ് കമ്മിറ്റിയും നിലവിലുള്ളത്. പക്ഷേ ആ ക്യാമ്പിൽ 4 താലൂക്കിന്റെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. 4ാമത്തെ താലൂക്ക് ഗൂഡല്ലൂർ താലൂക്കായിരുന്നു. വയനാട് ജില്ലയുടെ ഒരു
ഘടകം പോലെ, ഒരു ഭാഗം പോലെ ദീർഘകാലം പ്രവർത്തിച്ച സംഘടനാ പ്രവർത്തകരുള്ള ഒരു പ്രദേശമാണ് ഗൂഡല്ലൂർ താലൂക്ക്. അന്ന് നമ്മുടെ ജില്ലയിൽ തന്നെ ഇത്രത്തോളം ശക്തിപ്പെട്ടിരുന്നില്ല. ആ താലൂക്കിലാണ് സ്വന്തമായി മനുഷ്യജാലികയും സ്വന്തമായി മദീന പേഷനും അദാലത്തുകളും ക്ലസ്റ്റർ തലത്തിലും മേഖലാ തലത്തിലുമൊക്കെ പരിപാടികളുമൊക്കെയായി ഒരുപക്ഷേ കേരളത്തിലുള്ള കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളെ പോലും പിന്നിലാക്കുമാറ് SKSSF അതിൻ്റെ സ്വതസിദ്ധമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഏതാണ്ട് 2.5 പതിറ്റാണ്ടോളം ഇതൊക്കെ കാണാൻ അവസരം ലഭിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഹാരിസ് ബാക്കവി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സന്തോഷത്തിൽ പങ്കുചേരുകയാണ് ഞങ്ങളും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അന്ത്യനാൾ വരെ ഇത് നിലനിർത്തി തരുമാറാവട്ടെ. SKSSFന്റെ ഉത്ഭവം നിങ്ങൾക്കറിയാമല്ലോ. ഏത് വർഷമാണ് എന്നറിയോ? അറിയോ? സദസ്സിലുള്ള ആളുകൾക്കറിയോ ഏത് വർഷമാണ് SKSSF ഉണ്ടായത്? എന്നാ 1989. 1989 SKSSF രൂപം കൊള്ളുന്നത്. അന്ന് ജീവനോടെ ഭൂമുഖത്തുള്ളവർ ഈ കൂട്ടത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. അഥവാ 89 ശേഷം ജനിച്ചവരാണ് എന്റെ മുമ്പിലിരിക്കുന്ന ഈ ക്യാമ്പിലെ പ്രതിനിധികൾ. അപ്പൊ SKSSFന്റെ വയസ്സിന്റെ അത്ര വയസ്സുള്ള ആളുകൾ ഈ പ്രതിനിധി ക്യാമ്പിലില്ല. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ജനിച്ച പ്രസ്ഥാനമാണ് SKSSF. സമസ്തയെക്കുറിച്ച് ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. അതൊരു വിശാലമായ മറ്റൊരു ലോകമാണ്. സമസ്ത പിറവിയെടുത്ത കാലത്ത് ഞങ്ങളൊന്നുമില്ല. പക്ഷേ SKSSF പിറവിയെടുക്കുമ്പോൾ ഞങ്ങളൊക്കെയുണ്ട്. പള്ളി ദർസിലെ ഏതോ ഒരു ഭാഗത്ത് കിതാബോധി കഴിഞ്ഞുകൂടുന്ന വേളയിലാണ് SKSSF ജന്മം കൊള്ളുന്നത്. ഇന്ന് 27 വർഷം പൂർത്തിയാക്കി 28ാമത്തെ വർഷത്തിലേക്ക് കാലെടുത്ത് വെച്ച് മുന്നോട്ട് പോകുന്ന അതിമഹത്തായ ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം. ഇന്ന് നമുക്ക് ധാരാളം സംവിധാനങ്ങളുണ്ട്. SKSSFന് വ്യവസ്ഥാപിതമായി അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സൗകര്യങ്ങളേറെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെയും നമുക്ക് മദീന പേഷൻ എന്ന പേരിൽ ഈ പരിപാടി നടത്തണമെന്ന ഒരു സർക്കുലർ ജില്ലാ കമ്മിറ്റിക്ക് ലഭിച്ചപ്പോൾ അത് മനോഹരമായി സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞത്. കേരളത്തിലെ ജില്ലകളിലും തമിഴ്നാട്ടിലെയും കർണാടക വിവിധ ജില്ലകളിലെയും വിദേശ രാജ്യങ്ങളിലെ മലയാളി സാന്നിധ്യമുള്ള പ്രദേശങ്ങളിലെയും വിവിധ കേന്ദ്രങ്ങളിൽ SKSSFന്റെ പദ്ധതികൾ വളരെ വിജയകരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യജാലിക പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ദിനം സമുചിതമായി ആഘോഷിക്കപ്പെടുന്ന ഒരു പരിപാടിയായി ചെങ്കോട്ടയിലെ പരേഡ് പോലെ, ജില്ലാസ്ഥാനങ്ങളിലെ പരേഡുകൾ പോലെ ജില്ലാ കേന്ദ്രങ്ങളിലെ മനുഷ്യജാലിക ഇന്നൊരു നിയമമായി, ഒരു സ്ഥിരമായ പദ്ധതിയായി നടന്നുവരികയാണ്. ഇന്ത്യ മഹാരാജ്യത്തെ വിവിധ ജില്ലകളിലും ഇന്ത്യയുടെ പുറത്ത് വിദേശ രാജ്യങ്ങളിലെ വിവിധ സ്റ്റേറ്റുകളിലും വളരെ ഭംഗിയായി SKSSFന്റെ മനുഷ്യജാലിക നടന്നുവരുന്നു. ആഗസ്റ്റ് 15 കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ മേഖലാ തലങ്ങളിലുള്ള സ്വാതന്ത്ര്യദിന സ്ക്വയർ കേരളത്തിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും വ്യവസ്ഥാപിതമായി നടത്തപ്പെട്ടു കഴിഞ്ഞു. വളരെ മനോഹരമായി പ്രവർത്തിക്കുന്ന, പ്രസിദ്ധീകരിക്കുന്ന സത്യധാര എന്ന മുഖപത്രം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയത് മാസത്തിലൊന്നായിക്കൊണ്ടാണെങ്കിൽ ഇപ്പോൾ മാസത്തിൽ നിലക്കാതെ നമ്മുടെ സന്ദേശം സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്ന ജിഹ്വയായി ഇടതടവില്ലാതെ പുറത്തിറങ്ങുന്നു നമ്മുടെ നാട്ടിൽ. അതേ സമയത്ത് അബുദാബിയിൽ നിന്ന് അല്ലെങ്കിൽ ദുബൈയിൽ നിന്ന്
ഗൾഫ് സത്യധാര എന്ന പേരിൽ കൃത്യമായി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ ഏറ്റവും നല്ല പ്രസിദ്ധീകരണം എന്ന പേര് ലഭ്യമാകുന്ന വിധം ഗൾഫ് രാജ്യങ്ങളിലുള്ള നമ്മുടെ പ്രവർത്തകർ മുൻകൈയെടുത്തുകൊണ്ട് SKSSFന്റെ മുഖപത്രമായ സത്യധാര, ഗൾഫ് സത്യധാര എന്ന പേരിൽ ദുബൈയിൽ നിന്നും പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു. GCCയിലെ വിവിധ സ്റ്റേറ്റുകളിൽ, വിവിധ രാജ്യങ്ങളിൽ നമ്മളിവിടെ സത്യധാര വായിക്കുന്ന അതേ സമയത്ത് തന്നെ ഗൾഫ് സത്യധാര വായിക്കാൻ പൊതുസമൂഹത്തിനും കുടുംബിനികൾക്കും ഉൾപ്പെടെ പഠിക്കാനുതകുന്ന മനോഹരമായ ലേഖനങ്ങളും കഥകളും ചരിത്രങ്ങളുമൊക്കെ രേഖപ്പെടുത്തിയ ഗൾഫ് സത്യധാര വായിക്കാൻ, അത് മുടങ്ങാതെ പ്രസിദ്ധീകരിക്കാൻ SKSSFന്റെ വിദേശ രാജ്യങ്ങളിലുള്ള പ്രവർത്തക സംവിധാനത്തിലൂടെ നമുക്ക് സാധിക്കുന്നു. കേരളത്തിന്റെ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു പ്രശ്നത്തിന് പരിഹാരം തേടി ധൈര്യസമേതം 24 മണിക്കൂറും വിളിക്കാവുന്ന വിധം നമ്മുടെ ആസ്ഥാനം ഇസ്ലാമിക് സെന്റർ കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് തലയെടുപ്പോടെ തല ഉയർത്തി നിൽക്കുന്നു. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്തെ തന്നെ വ്യവസ്ഥാപിതമായ രീതിയിൽ ഇസ്ലാമിക പ്രബോധനത്തിന് നേതൃത്വം കൊടുക്കാൻ വളരെ മനോഹരമായ ഒരു സംവിധാനം ഇബാദ് എന്ന പേര് SKSSF എന്ന ഈ സംഘടനാ സംവിധാനത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. സംശയിക്കാൻ ഇടം കൊടുക്കാത്ത വിധം തസ്കിയത്തിനൂന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി നമ്മുടെ രാജ്യത്തും നമ്മുടെ രാജ്യത്തിന്റെ പുറത്തും ഇബാദിന്റെ ദഅവാ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. നമ്മുടെ പ്രദേശങ്ങളിൽ, നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാംസ്കാരിക രംഗത്ത് വളരെ വലിയ സംഭാവനകൾ നൽകുന്ന, വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയ സംഭാവനകൾ നൽകുന്ന വിദ്യാഭ്യാസ വിങ് SKSSFന്റെ വർത്തമാനകാല പ്രവർത്തനത്തിന് ശക്തി പകരുന്ന വിധം വ്യവസ്ഥാപിതമായി ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ പേര് എന്താ? SKSSFന്റെ വിദ്യാഭ്യാസ വിങ്ങിന്റെ പേര് ട്രെൻഡ് എന്നാണ്. ട്രെൻഡ് എന്ന പേരിൽ വളരെ വ്യവസ്ഥാപിതമായി വിദ്യാഭ്യാസ മേഖലയെ മാത്രം കൈകാര്യം ചെയ്തുകൊണ്ട് നമ്മുടെ സംഘടനാ സംവിധാനത്തിൽ പ്രവർത്തിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ഭൗതിക കലാലയങ്ങളെ മലീമസമാക്കുന്ന അധാർമികതകൾക്കെതിരെ വളരെ ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ, അതിന്റെ ഏറ്റവും നല്ല ഒരു സന്തോഷകരമായ വാർത്ത നമ്മൾ കഴിഞ്ഞ 14-ാം തീയതി നടന്നൊരു സംഭവമാണ്. ഫെബ്രുവരി മാസം 14-ന് ഒരു എന്ന ഒരു തിരുത്തൽ സന്ദേശം പകർന്നു കൊടുത്തത് നമ്മുടെ സംഘടനാ സംവിധാനമാണ്. അങ്ങനെയുള്ള സംഘടനാ സംവിധാനം ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്നു. ആ ക്യാമ്പസുകളിലെ നമ്മുടെ സംഘടനാ സംവിധാനത്തിന് ഒരു പേരുണ്ട്. എന്താണ്? ക്യാമ്പസുകളിലെ നമ്മുടെ സംഘടനാ സംവിധാനത്തിന്റെ പേര് ഉച്ചത് പറഞ്ഞോ? ക്യാമ്പസ് വിങ് എന്നാണ്. കലാലയങ്ങൾക്കകത്ത് ധാർമ്മികതയുടെ സന്ദേശം പ്രചരിപ്പിക്കുന്ന SKSSFന്റെ വിങ്ങിന്റെ പേരാണ് ക്യാമ്പസ് വിങ്. എന്നാൽ മതകലാലയങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് അറബി കോളേജുകളെ, പള്ളി ദർസുകളെ, അതുപോലുള്ള വലിയ മതകലാലയങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് സംഘടനാ പ്രവർത്തനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സംവിധാനം SKSSFന്റെ കീഴിലായിട്ടുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്ന സംവിധാനത്തിനൊരു പേരുണ്ട്. എന്താണ് പേര്? തലബാബിങ്. ക്യാമ്പസുകൾ, മതകലാലയങ്ങൾ, അതിനെ കോർത്തിണക്കിക്കൊണ്ടുള്ള മനോഹരമായ സംഘടനാ സംവിധാനമാണ് തലബാബിങ്. നമ്മുടെ നാട്ടിലെ വിവിധ ഭാഗങ്ങളിലെ ഒരുപാട് സന്നദ്ധ സേവകരെ നമ്മൾ കാണാറുണ്ട്. ആ സന്നദ്ധ സേവകരുടെ ഇടപെടൽ പലയിടങ്ങളിലും പോസിറ്റീവായി നമ്മൾ അനുഭവിക്കാറുണ്ട്.
അത് വിവിധങ്ങളായ സംഘടനകളുടെ കീഴിലാവാം, ക്ലബ്ബുകളുടെ കീഴിലാവാം. എന്നാൽ ഇതിനിടയിൽ തന്നെ പലയിടങ്ങളിൽ നമ്മൾ മനുഷ്യത്വരഹിതമായ സമീപനങ്ങളും നമ്മൾ കാണാറുണ്ട്. കഴിഞ്ഞ ഏതാനും മാസം മുമ്പ് ബാംഗ്ലൂരിന്റെ വെളിപ്പാടകലെ കർണാടകയിലെ ഒരു റോഡരികിൽ, റോഡിന്റെ നടു റോഡിൽ, വളരെ തിരക്കിട്ട് വാഹനങ്ങൾ ചേർന്നിപ്പായുന്ന ഒരു നടു റോഡിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു ബൈക്ക് ആക്സിഡന്റിൽ ഇടിയേറ്റുകൊണ്ട് നിലത്ത് കിടക്കുകയാണ്. ബൈക്ക് മറിഞ്ഞു കിടക്കുന്നു, ആ ചെറുപ്പക്കാരൻ അതിനപ്പുറത്ത് റോഡിൽ കിടക്കുന്നു. ആ റോട്ടിലേക്ക് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. അയാളുടെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ആൾക്കൂട്ടം ചുറ്റുഭാഗത്തും കൂടി, ധാരാളം ആളുകൾ അവിടെ തടിച്ചുകൂടി. എല്ലാവരും പെട്ടെന്ന് തന്നെ ചെയ്ത ഒരു പണി സോഷ്യൽ മീഡിയകളിൽ അത് വളരെ പെട്ടെന്ന് പ്രചരിച്ച ഒരു സന്ദർഭമുണ്ടായിരുന്നു. അധികമൊന്നും പഴക്കമല്ല. അബ്ദുസലാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അയാൾ റോഡിൽ കിടന്ന് പിടയുകയാണ്, രക്തം വാർന്നൊഴുകുകയാണ്, ആളുകൾ ചുറ്റുഭാഗത്തും ഓടിക്കൂടുകയാണ്. എല്ലാവരും ചെയ്ത പണി തങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ എടുത്ത് ക്യാമറ ഓൺ ചെയ്ത് വീഡിയോയിൽ പകർത്തുകയാണ്. ഈ മനുഷ്യന്റെ ജീവന് വേണ്ടിയുള്ള പിടച്ചിലിന്റെ അവസാന രംഗം. മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ രക്തം വാർന്ന് ജീവന് വേണ്ടി പെടയുമ്പോ ആ മനുഷ്യന്റെ അവസാന നിമിഷങ്ങളെ ഒപ്പിയെടുത്ത് തങ്ങളുടെ കൂട്ടുകാർക്ക് പെട്ടെന്ന് തന്നെ അത് അയച്ചു കൊടുക്കാനുള്ള വ്യഗ്രതയിലാണ് തടിച്ചുകൂടിയ മനുഷ്യരൊക്കെ. ആരും അയാളെ എടുത്ത് അരികിലേക്ക് കിടത്തുകയോ സൈഡിലേക്ക് മാറ്റി അയാളെ കിടത്തുകയോ അയാൾക്ക് വെള്ളം കൊടുക്കുകയോ അയാളെ പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിൽ എത്തിക്കുകയോ ചെയ്യാൻ ആരുമുണ്ടായില്ല. അല്പം കഴിഞ്ഞാണ് അതുവഴി ഒരു വാഹനം വരുന്നത്. ആ വാഹനത്തിലാണ് അയാളെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷെ ആശുപത്രിയിലെത്തുമ്പോഴേക്കും അയാൾ മരണപ്പെട്ടു പോയിരുന്നു. ഇത് മനുഷ്യത്വരഹിതമായ ഒരു സമീപനമാണ്, നമ്മളൊക്കെ പറയുന്നു. എന്നാൽ മനുഷ്യത്വപരമായ സമീപനമുണ്ടാക്കാൻ എന്തെങ്കിലും സംവിധാനം നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നൊരാൾ ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാൻ കഴിയുന്ന സംവിധാനം SKSSFിനുണ്ട്. SKSSFിന്റെ സന്നദ്ധ പ്രവർത്തകരുടെ വളരെ സുമായ ഇടപെടൽ കാണാൻ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് പോയാൽ നമുക്ക് കഴിയും. ചീറിപ്പാഞ്ഞു പോകുന്ന തിരുവനന്തപുരം നഗരത്തിന്റെ തിരക്കേറിയ വീതിയിലൂടെ ഇടയ്ക്കിടെ നമ്മൾ കാണുന്ന ഒരു ആംബുലൻസ് സർവീസ് ഉണ്ട്. ആ ആംബുലൻസ് സർവീസിന്റെ സൈഡ് ഭാഗത്ത് എഴുതി വെച്ച അക്ഷരങ്ങൾ കൂട്ടി വായിച്ചാൽ നമുക്ക് ബോധ്യമാകും. ആലപ്പുഴയിലെ വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ പരിസരത്തുള്ള ആംബുലൻസുകൾ നിർത്തിയിട്ട സ്റ്റാൻഡിൽ ചെന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്ന ആംബുലൻസിന്റെ അക്ഷരങ്ങൾ കൂട്ടി വായിച്ചാൽ നമുക്കത് ബോധ്യമാകും. മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ പരിസരത്തുള്ള പ്രത്യേക കുപ്പായമിട്ട ഒരുപറ്റം ചെറുപ്പക്കാരെ കണ്ടാൽ നമുക്കത് ബോധ്യമാകും. അതുപോലെ ഓരോ പ്രധാനപ്പെട്ട ആശുപത്രിയുടെയും പരിസരത്തുള്ള നമ്മുടെ ഈ പഞ്ചാക്ഷരി ഉല്ലേഖനം ചെയ്യപ്പെട്ട ആംബുലൻസുകളും സന്നദ്ധ പ്രവർത്തകരെയും കാണുമ്പോൾ നമുക്കത് ബോധ്യമാകും. ആ സന്നദ്ധ സേവകരുടെ പേര്, അതിന്റെ അനുഭവം, അതിന്റെ ഗുണഫലം ഏറ്റവും കൂടുതൽ അനുഭവിച്ച മറ്റൊരു സംഭവമുണ്ടായിരുന്നു. ദേശാന്തരങ്ങൾക്കപ്പുറത്തേക്ക്, ഇന്ത്യയുടെ അതിർത്തികൾക്കപ്പുറത്തേക്ക് ഈ സന്നദ്ധ സേവകരുടെ സാന്നിധ്യത്തിലൂടെ ഞങ്ങളിതാ ജീവകാരുണ്യ മേഖലയിൽ, മനുഷ്യത്വപരമായ ബന്ധങ്ങളിൽ, ആതുര സേവനങ്ങളിൽ ഇവിടെ ഞങ്ങൾക്ക് ദേശങ്ങളുടെ അതിർവരമ്പുകൾ പ്രശ്നമല്ലെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് സജീവമായ നമ്മുടെ പ്രവർത്തകരുടെ സാന്നിധ്യം കൊണ്ട് ലോകശ്രദ്ധ നേടിയ ഒരു സംഭവം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷത്തിന് മുമ്പ് നമ്മൾ അനുഭവിച്ചത് ഹജ്ജ് വേളയിലാണ്. പരിശുദ്ധമായ ഹറമിന്റെ പരിസരത്ത് നിരവധി മനുഷ്യര് അപകടത്തിൽപ്പെട്ട് അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്ത് മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന വല്ലാത്തൊരു സംഭവം ലോക മുസ്ലിമീങ്ങൾ വേദനയോടുകൂടെ ഓർക്കുമ്പോ അവിടെ നമ്മൾ കാണുന്നത്, അവിടെ നമ്മൾ കണ്ടത്, ആ തിരക്കിനടിയിൽ അറഫയിലെയും മിനയിലെയും മുസ്ദലിഫയിലെയും ഓരോരുത്തരുടെയും താമസ കേന്ദ്രങ്ങളും തങ്ങളിരുന്ന ഇരിപ്പിടങ്ങളും തേടി, ബന്ധുക്കളെ തേടി മറ്റുള്ളവർ നെട്ടോട്ടമോടുമ്പോ അവരുടെ കൈപിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ച് പരിക്ക് പറ്റിയവരെ ആശുപത്രിയിലെത്തിച്ച്
ഗുരുതരമായി പരിക്ക് പറ്റിയവർക്ക് രക്തം കൊടുത്ത്, മരണപ്പെട്ടവരുടെ മയ്യത്തെടുത്ത് കൊണ്ടുപോയി പരിചരിച്ച് അത് മറവ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി ഓടി നടന്ന ഒരു പറ്റം പ്രവർത്തകരാണ്. മലയാളികളായ ആ പ്രവർത്തകരെ നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ച് അധികൃതർ സമീപിച്ചപ്പോ അവർ പറഞ്ഞു കൊടുത്ത ഒരു പേരുണ്ട്. ആ പേര് നമ്മുടെ സംഘടനയുടെ കീഴിലുള്ള സന്നദ്ധ പ്രവർത്തകരുടെ ആ സന്നദ്ധ സംവിധാനത്തിന്റെ പേരാണ്. എന്താണ് നിങ്ങളുടെ മനസ്സിലുണ്ടാകുമല്ലോ? വിഖായ, SKSSFന്റെ വിഖായ. ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ വർത്തമാനകാലത്ത് ഒരുപാട് നേടിയിട്ടുണ്ട്. ഒരുപാട് മേഖലകളിലേക്ക് നമ്മൾ കൈവച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഏതാനും എണ്ണം മാത്രം. അതിനപ്പുറം പറയപ്പെടാത്ത പലതുമുണ്ട്. പ്രസിദ്ധീകരണ രംഗത്ത് ശ്രദ്ധേയമായ ചുവടുവെപ്പ് നടത്തിക്കൊണ്ട് അതിശക്തമായി മുന്നേറാൻ നമുക്ക് കഴിഞ്ഞത് സംഘടനാ സംവിധാനത്തിലൂടെ നമ്മൾ തുടക്കം കുറിച്ച് വളർന്നു വലുതായ നമ്മുടെ പ്രസിദ്ധീകരണ വിഭാഗത്തിലൂടെയാണ്. അതിന്റെ പേര് ഇസ്ലാമിക് സാഹിത്യ അക്കാദമി, ഇസ എന്നാണ്. അത് SKSSFന്റെ പ്രസിദ്ധീകരണ വിഭാഗമാണ്. ഇസ എന്ന പേരിൽ പ്രസിദ്ധീകരണ രംഗത്ത് നമ്മൾ മുന്നേറിയിട്ടുണ്ട്. ആതുര സേവന രംഗത്ത് വളരെ വലിയ ചുവടുവെപ്പ് നടത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കേവലം പ്രഭാഷണത്തിലല്ല, പ്രവർത്തനത്തിലൂടെ അത് തെളിയിച്ചു. നമ്മുടെ ആതുര സേവന രംഗം കേന്ദ്രീകൃത സംവിധാനത്തിൽ മാത്രം പോരാ എന്ന തിരിച്ചറിവിലാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അത് വ്യാപകമാക്കാൻ നമ്മൾ തീരുമാനമെടുത്തത്. ആ വ്യാപകമാക്കിയ ആതുര സേവന സംവിധാനത്തിന്റെ കീഴിൽ 176 സ്ഥലങ്ങളിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്ന ഒരു സെന്ററുണ്ട്. ആ സെന്ററിലൂടെ രോഗിയായി കിടക്കുന്ന ആൾക്ക് വല്ലാതെ പ്രയാസപ്പെടുമ്പോ പൊട്ടലും ചീറ്റലും ഇല്ലാതെ, മുറിവും വ്രണങ്ങളും ഇല്ലാതെ രക്ഷപ്പെടാനുള്ള കിടക്ക കൊടുത്ത് നമ്മൾ സഹായിക്കുന്നുണ്ട്. നമ്മൾ വീൽചെയർ കൊടുത്ത് സഹായിക്കുന്നുണ്ട്. വാക്കർ കൊടുത്തുകൊണ്ട് നമ്മൾ സഹായിക്കുന്നുണ്ട്. ഓക്സിജൻ സിലിണ്ടർ കൊടുത്തുകൊണ്ട് നമ്മൾ സഹായിക്കുന്നുണ്ട്. രോഗികളായ ആളുകളെ ഡയാലിസിസ് ചെയ്യാനുള്ള സംവിധാനത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. 1000 രോഗികൾക്ക് മാസാന്തം 1000 രൂപ വീതം കൊടുത്തുകൊണ്ട് ക്യാൻസർ രോഗത്തിന് ഒരു തണലാവാൻ, ഒരു ശാന്തിയാവാൻ, ഒരു തുണയാവാൻ. വലൈക്കും അസ്സലാം. അഭിവന്ദരായ സലാം വൈസി ഇല്ലായ്മയുടെ കാലത്ത് സംഘടനയെ കൈപിടിച്ച് നടത്തിയതിൽ നിർണായകമായ പങ്കുവഹിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹം നമ്മുടെ വേദിയിലുണ്ട്. അടുത്ത സെഷനിൽ അദ്ദേഹമാണ് നമ്മോട് സംവദിക്കേണ്ടത്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അപ്പൊ ആതുര സേവന രംഗത്ത് SKSSFന്റെ കയ്യൊപ്പാണ്. അതിനൊരു പേരുണ്ട്. എന്താണ് ആ പേര്? സഹചാരിയാണ്. ആ സഹചാരി കേന്ദ്രീയ നിലവാരത്തിലായിരുന്നു. നമ്മളത് താഴെത്തട്ടിലേക്ക് വന്നു. ക്ലസ്റ്റർ സംവിധാനത്തിലൂടെ വ്യാപകമായി നമ്മളത് പ്രചരണ രംഗത്ത്, പ്രവർത്തന രംഗത്ത് വ്യാപിപ്പിച്ചു. ഇന്ന് 176 ക്ലസ്റ്ററുകളിലായി സംവിധാനം വ്യവസ്ഥാപിതമായി ആതുര സേവന രംഗത്ത് കയ്യൊപ്പ് ചാർത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് തുടക്കം കുറിച്ചതിന്റെ ഗുണം നമ്മൾ അനുഭവിച്ചു. മതഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ച് നൽകുക എന്ന ആശയം സമൂഹത്തിലേക്ക് പകർന്നു കൊടുത്തതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് SKSSF ആയിരുന്നു. വളാഞ്ചേരി മർക്കസിൽ SKSSFന്റെ സംസ്ഥാന ക്യാമ്പ് നടക്കുമ്പോ ആ ക്യാമ്പിലൊടുവിലാണ് പള്ളി ദർസുകളുടെ അഭാവത്തിന് പരിഹാരം കാണാനും, പള്ളി ദർസുകൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിനൊരു മറു വിധി എന്താണ് എന്ന് കണ്ടെത്താൻ വളരെ ശക്തമായ ചർച്ച നടന്നത്. ആ ചർച്ചയുടെ ഒടുവിലാണ് മതവിദ്യാർത്ഥികൾക്ക് ഭൗതിക പഠനത്തിന് സൗകര്യമൊരുക്കണം എന്ന പ്രമേയമുണ്ടാവുന്നത്. ആ പ്രമേയം ഇന്ന് യാഥാർത്ഥ്യമാക്കിയതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുകയാണ് നമ്മൾ. അതിന്റെ ഒരു ഭാഗം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥാപനത്തിന്റെ കീഴിലാണ്. അതിന്റെ ഭാഗമായി ആ സ്ഥാപനത്തിന്റെ ബിൽഡിംഗിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഈ വരുന്ന 19 നടക്കുകയാണ്. ജാമിയ നൂരിയയുടെ അഫിലിയേറ്റഡ് സ്ഥാപനങ്ങളിൽ പോലും മതവിദ്യാർത്ഥികൾക്ക് ഭൗതിക പഠനത്തിനുള്ള സൗകര്യമൊരുക്കി കൊടുത്തുകൊണ്ട് സമൂഹം SKSSF രൂപം നൽകിയ സമന്വയ വിദ്യാഭ്യാസം എന്ന ആശയത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുകയാണ്, നമ്മൾ അനുഭവിക്കുകയാണ്. വർത്തമാനകാലത്തെ SKSSFനെ
നമുക്കിങ്ങനെയൊക്കെ വിലയിരുത്താം. മതേതരത്വ രാജ്യത്ത്, ഇന്ത്യ എന്ന ബഹുസ്വര സമൂഹം ജീവിക്കുന്ന നമ്മുടെ രാജ്യത്ത് മതം പ്രചരിപ്പിക്കാൻ ഇതര മതവിശ്വാസികളുടെ പിന്തുണ കൂടിയേ തീരൂ. മതേതര കൂട്ടായ്മ നമ്മോടൊപ്പമുണ്ടെങ്കിലേ നമുക്ക് മതപ്രബോധനം നടക്കാൻ കഴിയൂ. ഇവിടെ നിലനിൽക്കുന്ന ഭരണഘടന അതേപോലെ നിലനിന്നാലേ നമ്മുടെ രാജ്യത്ത് മതപ്രബോധനം നടത്താൻ സാധിക്കൂ. നമ്മൾ വയല് നടത്തുന്നു, അത് നമ്മുടെ ഭരണഘടനയുടെ തണലിലാണ്. നമ്മൾ മദ്രസ നടത്തുന്നു, ഭരണഘടന അനുമതി നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ പിൻബലം കൊണ്ടാണ്. യത്തീംഖാന നടത്തുന്നു, ഭരണഘടന നമുക്ക് നൽകുന്ന അനുമതിയുടെ പിൻബലം ഉപയോഗിച്ചുകൊണ്ടാണ്. കോളേജുകൾ നടത്തുന്നു, ഭരണഘടന നൽകുന്ന ഈ മതേതരത്വത്തിന്റെ പിൻബലം കൊണ്ടാണ്. നമ്മുടെ രാജ്യത്ത് മരണപ്പെട്ടു പോയ മുസ്ലിമിന്റെ മയ്യത്ത് കൊണ്ടുപോയി 6 അടി മണ്ണിൽ നമ്മൾ കബറ് കിളച്ച് നമ്മൾ അതിന്റെ മുകളിൽ കല്ല് വിരിച്ച് അതിലാണ് അടക്കം ചെയ്യുന്നത്. ഭരണഘടന നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ പിൻബലം കൊണ്ടാണ്. ഭരണകൂടങ്ങൾ മാറി മാറി വന്നാലും മതേതരത്വത്തിന് നമ്മുടെ രാജ്യത്ത് വലിയ വിലയുണ്ട്. മതേതരത്വം തകർക്കപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത് മുസ്ലിമീങ്ങളായിരിക്കും. അത് മനസ്സിലാക്കേണ്ടത് മതബോധമുള്ള മുസ്ലിമിന്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ മതേതരത്വ സംരക്ഷണത്തിന് വേണ്ടി നമ്മളെ വിളിച്ചാൽ ആദ്യം അതിനു വേണ്ടി മുൻകാരനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മതേതര സംരക്ഷണത്തിന്, രാഷ്ട്രത്തിന്റെ ഭദ്രത, രാജ്യത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കുന്നതിന് ഞങ്ങൾ ഒരുക്കമാണ് എന്ന് വിളിച്ചു പറയുന്നതാണ് നമ്മുടെ മനുഷ്യജാലിക. ആ മനുഷ്യജാലിക നടത്തേണ്ട പരിപാടിയാണ്, സമൂഹം അംഗീകരിക്കേണ്ട പരിപാടിയാണ് എന്ന് പറഞ്ഞത് സമസ്തയുടെ പ്രസിഡന്റ് മാത്രമല്ല, സമസ്തയുടെ പണ്ഡിതന്മാരും ഉമറാക്കൾ മാത്രമല്ല, ഇവിടെയുള്ള മതേതര വിശ്വാസികളായ ഇതര രാഷ്ട്രീയ കക്ഷികളും ഇതര മത നേതാക്കന്മാരും മനുഷ്യജാലികയിൽ നമ്മളോടൊപ്പം കൈകോർക്കുന്നത് നമ്മൾ കാണുകയാണ്. SKSSF വർത്തമാനകാലത്ത് ആവശ്യമുള്ളിടങ്ങളിലൊക്കെ അതിന്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. 89 സംഘടന പിറവിയെടുക്കുമ്പോ ഇതൊന്നും നമ്മുടെ കയ്യിലില്ല. ഇസ്ലാമിക് സെന്റർ ഇല്ല, സത്യധാരയില്ല, മനുഷ്യജാലിക നടത്താൻ ജില്ലാ കേന്ദ്രങ്ങളിൽ നമുക്ക് കമ്മിറ്റികളില്ല, സഹചാരിയുടെ റിലീഫ് കൊടുക്കാൻ സഹചാരി സെന്ററുകളില്ല, സഹചാരിയിലേക്ക് സംഭാവന തരാൻ സമൂഹത്തിന്റെ മനസ്സ് പാകപ്പെട്ടിട്ടില്ല. ഈ ഒരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലാണ് SKSSF സ്വലാത്തും ചേർത്ത് ചൊല്ലിടുന്നേ, വിസ്മരിച്ചിടാതെ നാഥനോട് എതിരാം. മീഡിയകൾ മുഴുവനും എന്ന് പറയാം നമുക്കെതിരാണ്. പത്തില്ല, വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടം. പക്ഷേ സമസ്ത എന്ന വലിയ പ്രസ്ഥാനത്തിന്റെ അജയ്യരായ നമ്മുടെ നേതാക്കളെ വല്ലാതെ വേദനിപ്പിച്ച ഒരുപാട് സംഭവ വികാസങ്ങൾ ഉണ്ടായപ്പോ വിരോധം തീർക്കുക എന്നല്ലാതെ ഇനി മറ്റൊരു മാർഗമില്ല എന്ന് നമ്മുടെ ആ കാലഘട്ടത്തിലെ വളരെ സജീവമായ സംഘടനാ പ്രവർത്തകരായിരുന്ന ചില ആളുകളിൽ നിന്ന് അഭിപ്രായങ്ങൾ ഉയർന്നു വന്നപ്പോഴാണ് SKSSFന്റെ പിറവിയെക്കുറിച്ച് അവർ ആലോചിക്കേണ്ടി വന്നത്. എനിക്കറിയാം, ബഹുമാനായ സലാം ഫൈസി ഉൾപ്പെടെയുള്ള ഒരു ടീം ഉണ്ടായിരുന്നു വന്ന്. അഷ്റഫ് ഫൈസി, കണ്ണാടിപ്പറമ്പ്, അബ്ദുൽ ഹമീദ് ഫൈസി, CH തയ്യബ് ഫൈസിയെ പോലെയുള്ള ഒരു പറ്റം ആളുകൾ പല പള്ളികളിലോ മറ്റു സ്ഥാപനങ്ങളിലോ ജോലി ചെയ്തിരുന്ന അവരാണ് യഥാർത്ഥത്തിൽ ഈ ഒരാശയവുമായി കൊണ്ട് മുന്നോട്ട് വരുന്നത്. അത് യാഥാർത്ഥ്യമായത് 89 ഫെബ്രുവരി 19 പിന്നീടുള്ള SKSSFന്റെ തുടക്കകാലം, വരും കാലങ്ങളിലെ സംഘടനയുടെ സാരഥികളാവേണ്ട നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. 89 സംഘടന രൂപം കൊണ്ടു. അന്ന് സാമ്പത്തികമായും നമ്മൾ വളരെ പിറകിലായിരുന്നു. നമ്മുടെ കൂടെയുള്ള പലരും പള്ളികളിലോ മദ്രസകളിലോ ഒക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭം. കോഴിക്കോട് നഗരത്തിലെ കടമേരി റഹ്മാനി അറബിക് കോളേജിന്റെ വകയായുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്, മുഗൾ ലോഡ്ജ്. അവിടെ കടമേരി കോളേജിൽ ജോലി ചെയ്യുന്ന ആള് എന്ന നിലയിൽ അഷ്റഫ് ഫൈസിയുടെ ആ പിൻബലത്തോടുകൂടെ അവിടുത്തെ ഒരു റൂം
SKSSF-ന്റെ ഓഫീസായി പ്രവർത്തിക്കും. ആ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കത്തുകൾ അയക്കാറ്. ഇന്നത്തതുപോലെ മെയിൽ സംവിധാനങ്ങളില്ല, ാനുള്ള മൊബൈൽ ഫോണുകളില്ല. ഫോൺ വിളിക്കാൻ, അങ്ങനെ അറിയിക്കാൻ പോലും ലാൻഡ് ഫോണുകൾ പോലും അന്ന് വ്യാപകമല്ല. പത്രങ്ങളിൽ വിവരം കൊടുത്താൽ അത് സമൂഹത്തിലെത്തിക്കാൻ, പ്രവർത്തകരിലേക്ക് എത്തിക്കാൻ നമ്മുടെ കൂടെ കൂടുതൽ പത്രങ്ങളുമില്ല. ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വിവരങ്ങൾ കൈമാറാൻ പോസ്റ്റ് കാർഡുകളായിരുന്നു ഉപയോഗിച്ചത്. 15 പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടുമായിരുന്ന പോസ്റ്റ് കാർഡ്. പക്ഷെ അതിൽ രഹസ്യങ്ങളൊന്നും എഴുതാൻ കഴിയില്ല. അത് കൊണ്ടുപോകുന്ന ആർക്കും അത് തിരിച്ചും മറിച്ചും വായിക്കാം. പരസ്യമായി മാത്രം എഴുതാൻ പറ്റുന്ന ആ പോസ്റ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് കത്തയക്കും, മീറ്റിംഗ് കൂടും. അതിനിടയിൽ ഇവരുടെ ടീമിൽപ്പെട്ട, ഈ ടീമിന്റെ അടുത്ത തലമുറയിലൂടെയാണ് സംഘടനാ രംഗത്തേക്ക് ഞാൻ കടന്നു വരുന്നത്. ഇവരുടെ ടീമിൽപ്പെട്ട സലാം ദാരിമിയുടെ, കരുവാരകുണ്ടുകാരനായ സലാം ദാരിമിക്ക് ഒരു വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടി ഇടയ്ക്ക് സ്റ്റാർട്ടാവും, ഇടയ്ക്ക് നിന്നുപോകും. അപ്പോൾ എല്ലാവരും ഇറങ്ങിയത് ഉന്തും. അങ്ങനെ ആ വണ്ടി കുറെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ കുറെ നടത്തി. അതിനിടയിലാണ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ പറയുന്നത്, നിങ്ങൾക്ക് സമസ്തയുടെ ആസ്ഥാനത്ത് ഫ്രാൻസിസ് റോഡിൽ ഒരു ചെറിയ സ്ഥലം തരാം, അങ്ങോട്ട് പോരൂ എന്ന്. സമസ്തയുടെ ആസ്ഥാനമായ ഫ്രാൻസിസ് റോഡിലെ സമസ്തയുടെ ബിൽഡിംഗിൽ ഒരു ചെറിയ റൂം SSF-ന് അനുവദിച്ചു. വാടക കൊടുക്കാതെ ഒരു റൂമിൽ കയറി നമ്മൾ ഓഫീസ് സ്ഥാപിച്ചു. ആ ഓഫീസിലിരുന്നു കൊണ്ട് പ്രവർത്തനങ്ങൾ സജ്ജമാക്കി. സംഘടനയ്ക്ക് വേണ്ടി ഓടി നടക്കാൻ പലരും ജോലി രാജിവെച്ചു. സാമ്പത്തികമായ ബാധ്യത വന്നപ്പോൾ സ്വന്തം കുടുംബത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ പോലും വിറ്റുകൊണ്ട്, പണയം വെച്ചുകൊണ്ട് അതിനുള്ള വക കണ്ടെത്തിയിട്ട് സജീവമായ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി അവരിറങ്ങിത്തിരിച്ചു. കുറച്ചു കഴിഞ്ഞു, ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളായി ഇങ്ങനെ പിറകോട്ട് പോവുകയാണ്. ആ സന്ദർഭത്തിൽ പലയിടങ്ങളിലും സംഘടനയുടെ പ്രവർത്തനത്തെ ആദ്യം എതിർത്തിരുന്ന പലരും സന്തോഷത്തോടുകൂടെ കൈനീട്ടി സ്വീകരിക്കാൻ തുടങ്ങി. SKSSF-ന്റെ പ്രവർത്തനം വ്യാപകമായി. കേരളത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ ഈ സന്ദേശം ഏറ്റെടുക്കാൻ സമൂഹം മുന്നോട്ട് വന്നു. 1-ാം വാർഷികം മുക്കം പ്രദേശത്തെ ആ മനോഹരമായ പുഴയുടെ തീരത്ത് വെച്ചുകൊണ്ട് നടത്തുമ്പോൾ SKSSF-നുള്ള അംഗീകാരത്തിന്റെ ഒരു മനോഹരമായ അടയാളമായി 1-ാം വാർഷിക സമ്മേളനം മാറി. മുക്കം പുഴയോരത്ത് വെച്ചുകൊണ്ടാണ് 1-ാം വാർഷിക സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനത്തിൽ നിന്ന് പുതിയ കുറെ കർമ്മ പദ്ധതികൾ രൂപീകരിക്കപ്പെട്ടു. ആ രൂപീകരിക്കപ്പെട്ട കർമ്മ പദ്ധതികൾ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് സംഘടന ജില്ലാതലങ്ങളിൽ, മേഖലാതലങ്ങളിൽ, താലൂക്ക് തലങ്ങളിലൊക്കെ അതിന്റെ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് വളരെ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. വർഷങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്ന് കഴിയുകയാണ്. അതിനിടയിലാണ് മഹാനായ ശംസ് പറയുന്നത്, നിങ്ങൾ കാലാകാലം സമസ്തയുടെ ഈ ഇടുങ്ങിയ റൂമിലല്ല കഴിയേണ്ടത്, നിങ്ങൾക്ക് സ്വന്തമായി ഒരു കേന്ദ്രം വേണം. ആ കേന്ദ്രം കോഴിക്കോട് അങ്ങാടിയിലാവണം. ഈ നഗരത്തിൽ നിങ്ങൾക്ക് സ്വന്തമായ ഒരു ആസ്ഥാനം വേണമെന്ന് മഹാനായ ശംസുൽ ഉലമ പറയുമ്പോ, കാർഡ് വാങ്ങാൻ 15 പൈസ കൊടുത്തിട്ട് കാർഡ് വാങ്ങാൻ കാശില്ലാതെ, പലപ്പോഴും കത്തയക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന സംഘടനാ നേതൃത്വം അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയായിരുന്നു. ആ ഞെട്ടൽ മഹാനായ ഉസ്താദിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയവര് അവര് പറഞ്ഞു, എങ്ങനെയാണ് ഞങ്ങളൊരു ആസ്ഥാനമുണ്ടാക്കുക, അതും ഈ നഗരത്തിൽ 1 ഇഞ്ച് ഭൂമി പോലും സ്വന്തമായില്ലാത്ത കോഴിക്കോട് നഗരത്തിൽ ലക്ഷങ്ങൾ വില കൊടുക്കേണ്ടി വരുന്ന ഭൂമിയിൽ നമുക്ക് സ്വന്തമായി ആസ്ഥാനം വേണമെന്ന് സ്വപ്നം കാണാൻ പോലും കഴിയില്ലല്ലോ എന്ന് അവരുടെ ആശങ്ക മഹാനായ ഉസ്താദിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ ശൈഖുനാ ശംസുൽ ഉലമ പറഞ്ഞ ആർജവമുള്ള ഒരു സംഘടനാ പ്രവർത്തകന് ഏറ്റവും വലിയ പ്രചോദനം നൽകുന്ന ഒരു മറുവാക്കുണ്ട്. നിങ്ങൾ തുടങ്ങിക്കോളൂ, അള്ളാഹു നിങ്ങളെ സഹായിക്കും, സമൂഹം നിങ്ങളെ ഏറ്റെടുക്കും എന്നായിരുന്നു മഹാനായ ശൈഖുനയുടെ മറുമൊഴി. ആ വാക്ക് മുഖവിലക്കെടുത്തു. ആ വാക്ക് ഏറ്റവും വലിയ നിധിയായി കണ്ട് നമ്മുടെ അഭിബന്ധരായ നേതാക്കന്മാർ നമുക്ക് സ്വന്തമായ ആസ്ഥാനം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ തുടക്കം കുറിച്ചു. അപ്പോഴാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ വിളിപ്പാടകലയുള്ള ഏതാനും സെന്റ് ഭൂമി അതിന്റെ ഉടമ വിൽക്കുന്നുണ്ട് എന്നുള്ള വിവരം അറിയുന്നത്. അന്ന് 24,000 രൂപയാണ് ഒരു സെന്റ് ഭൂമിക്ക്. അന്നത്തെ 24,000 എന്ന് പറയുന്നത് ഇന്നത്തെ 20-24 ലക്ഷത്തെക്കാൾ വലുതാണ്.
സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു സംഖ്യയാണത്. പക്ഷേ അഡ്വൻസ് കൊടുത്ത് കച്ചവടം ചെയ്യണമെന്ന ബഹുവന്യരായ ഉസ്താദുമാരുടെയും അഭിവന്യരായ സാദാത്തുകളുടെയും വാക്കുകൾ മുഖവിലക്കെടുത്തുകൊണ്ട് ആ ഭൂമി കച്ചവടം ഉറപ്പിച്ചുകൊണ്ട് അഡ്വൻസ് കൊടുത്തു. മഹാനായ ശൈഖുന പറഞ്ഞു, നിങ്ങൾ പത്രത്തിലൊരു പരസ്യം കൊടുക്കണം, ഈ സംരംഭത്തോട് സഹായിക്കാൻ വേണ്ടി ആവശ്യപ്പെടണം. പരിശുദ്ധമായ ബലിപെരുന്നാളിന്റെ ഏതാനും ദിവസം മുമ്പായിരുന്നു അത്. മഹാനായ ശൈഖുനയുടെ നിർദ്ദേശം മുഖവിലക്കെടുത്തുകൊണ്ട് ചന്ദ്രിക ദിനപത്രത്തിൽ ഒരു പരസ്യം കൊടുത്തു. കോഴിക്കോട് നിർമ്മിക്കാൻ പോകുന്ന ഇസ്ലാമിക് സെന്ററിനെ സഹായിക്കുക, ആസ്ഥാന മന്ദിരമായി നിർമ്മിക്കാൻ പോകുന്ന ഇസ്ലാമിക് സെന്ററിന് വേണ്ടി ഫണ്ട് സ്വരൂപിക്കുക, മഹല്ല് കമ്മിറ്റികൾ ഫണ്ട് സ്വരൂപിക്കാൻ ബലിപെരുന്നാളിന്റെ ദിനം ഉപയോഗപ്പെടുത്തുക, സ്വരൂപിച്ച ഫണ്ട് ഈ കാണുന്ന അക്കൗണ്ട് നമ്പറിൽ അയക്കുക. ആ അക്കൗണ്ട് മഹാനായ നമ്മുടെ നേതാവായിരുന്ന സയ്യിദ് അലി ശിഹാബ് തങ്ങളുടെയും അഭിവന്യരായ ശംസുൽ ഉലമയുടെയും അതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഉസ്താദുമാരുടെയും അറിവോടുകൂടിയായിരുന്നു പത്രത്തിൽ പ്രസിദ്ധീകരിച്ചത്. സ്ഥലത്തിന് അഡ്വൻസ് കൊടുത്തിട്ടുണ്ട്, ലക്ഷങ്ങളിനി അതിന്റെ ബാധ്യത തീർക്കാൻ വേണം. എന്ത് ചെയ്യുമെന്നറിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോ ഈ ഒരു മാർഗം പറഞ്ഞു തന്നുകൊണ്ട് നമുക്ക് പിന്തുണ നൽകിയ മഹാന്മാരായ ആ പണ്ഡിതന്മാർ അവരുദ്ദേശിച്ചത് അത് യാഥാർത്ഥ്യമായി കണ്ടു എന്നുള്ളതാണ്. ബലിപെരുന്നാൾ കഴിഞ്ഞ പിറ്റേ ആഴ്ചയിൽ പിന്നീട് വന്ന കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ കാണാൻ കഴിഞ്ഞത്. അക്കൗണ്ടിലേക്ക് കാശ് വരികയാണ്, ജില്ലയിലെത്തിച്ച് ജില്ലയിൽ നിന്ന് സ്റ്റേറ്റിലെത്തിക്ക് അങ്ങനെയൊന്നും സ്വരൂപിക്കാനുള്ള സംവിധാനം, ഭദ്രമായ സംഘടനാ സംവിധാനം നമുക്കില്ല. ആ സന്ദർഭത്തിലാണ് മഹല്ല് കമ്മിറ്റികളോട് നിങ്ങളത് അക്കൗണ്ടിൽ നിക്ഷേപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പത്രത്തിൽ പരസ്യം കൊടുക്കുന്നത്. സമൂഹം അതേറ്റെടുത്തു. നമ്മുടെ നാട്ടിലെ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് വിശുദ്ധമായ ബലിപെരുന്നാൾ ദിവസം കൈകാണിച്ചുകൊണ്ട് സ്വരൂപിച്ച നാണയത്തൊട്ടുകൾ അഭിവന്യരായ നമ്മുടെ ഉമറാക്കൾ, മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ ആ അക്കൗണ്ട് നമ്പറിലേക്ക് നിക്ഷേപിച്ചപ്പോ അത് ലക്ഷങ്ങളായി മാറി. ആ സ്ഥലത്തിന്റെ വില കൊടുക്കാനുള്ള വലിയ ഒരു ഭാഗമായി ആ സംഭാവന നിമിത്തമായി സംഘടനാ പ്രവർത്തകർക്ക് പ്രചോദനമായി, പ്രോത്സാഹനമായി. നമ്മുടെ ഈ സംരംഭത്തെ അള്ളാഹു സഹായിക്കുന്നുണ്ട്, സമൂഹം ഇതേറ്റെടുത്തിട്ടുണ്ട്. നമുക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം. അധികമൊന്നും കഴിയും മുമ്പേ ഒരുപക്ഷെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു വിദ്യാർത്ഥിയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ കാണാൻ കഴിയാത്ത വിധം വിവിധ പദ്ധതികളുടെ മനോഹരമായ ഒരു പ്രൊജക്ടുമായി കൊണ്ട് ഇസ്ലാമിക് സെന്റർ യാഥാർത്ഥ്യമായി. അതൊരു അത്ഭുതമായിരുന്നു അന്ന്. ഇന്ന് ഒരുപക്ഷെ നമുക്കതൊരു വലിയ കാര്യമായി തോന്നില്ല. SKSSFന്റെ അതുവരെയുള്ള ചരിത്രമെടുത്ത് നോക്കുമ്പോ അതൊരു അത്ഭുതമായിരുന്നു. ഇന്ന് നമുക്ക് അഭിമാനത്തോടെ കയറിച്ചെന്ന് ഏത് കാര്യത്തിലും സംശയം തീർക്കാൻ കഴിയുന്ന വിധം വിവിധ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇസ്ലാമിക അന്തരീക്ഷത്തിൽ താമസിച്ച് പഠിക്കാൻ കോഴിക്കോട് നഗരത്തിൽ സൗകര്യമൊരുക്കുന്ന വിധം മനോഹരമായ ദീനീ ചിട്ടകളും ആത്മീയമായ ചൈതന്യവും അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഏറ്റവും ആധുനികമായ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വിധം റെയിൽവേ സ്റ്റേഷന്റെ വെളിപ്പാടകലെ തല ഉയർത്തി നിൽക്കുന്ന മനോഹരമായ ഇസ്ലാമിക് സെന്റർ അത് യാഥാർത്ഥ്യമായതോടുകൂടെ സംഘടനാ പ്രവർത്തനത്തിന് വ്യവസ്ഥാപിതമായ ഒരു രൂപം കൈവരികയായിരുന്നു. സംഘടന വീണ്ടും മുന്നോട്ട് പോയി. നമ്മുടെ മനോഹരമായ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്ത് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് അറിയാതെ 10 വർഷം കടന്നു പോകുന്നത്. 10 വർഷം കടന്നു പോകുന്ന വേളയിൽ അഭിവന്യരായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷ പദവിയിലിരുന്നു കൊണ്ട് സംഘടന മുന്നോട്ട് പോവുകയാണ്. ഒരു ടീം വർക്കോടുകൂടെ, മനോഹരമായ ഒരു ടീം സ്പിരിറ്റോടുകൂടെ SKSSF പിച്ചവെച്ച് വളർന്ന് വലുതായി വരികയാണ്. എവിടെയൊക്കെ നമ്മുടെ സംഘടനയുടെ സന്ദേശമെത്തി എന്ന് അറിയാനുള്ള ഒരു അവസരം വേണം എന്ന ആലോചനയാണ് നമുക്കൊരു ദശവാർഷികം ആഘോഷിക്കാം എന്ന് SKSSFന്റെ സംസ്ഥാന നേതൃത്വം ആലോചിച്ചത്. ആ ആലോചന അവസാനം നമ്മുടെ സമ്മേളന നികുതി എവിടെയാവണം എന്ന ആലോചനയിലേക്കെത്തി. കോഴിക്കോട് കടപ്പുറത്ത് ഒതുങ്ങണ്ട വിശാലമായ വേറിട്ട ഒരു സമ്മേളനമാവണം. കേരളം ഇതുവരെ കാണാത്ത വിധത്തിലുള്ള വേറിട്ട ഒരു സമ്മേളനം അതാവണം നമ്മുടെ സമ്മേളനം. നഗരി തേടിപ്പോയപ്പോ പലയിടങ്ങളും പരാമർശിക്കപ്പെട്ടു. അന്ന് നിറഞ്ഞൊഴുകുന്ന നിലയുടെ തീരത്തുകൂടെ പോകുമ്പോഴാണ് കുറ്റിപ്പുറത്ത് മനോഹരമായ ഒരു സൗകര്യമുണ്ടാകും. നമ്മുടെ സമ്മേളനത്തിന്റെ സമയമാകുമ്പോഴേക്ക് ഈ നിലയിലുള്ള വെള്ളമൊക്കെ കുറയും. ഇവിടെ മനോഹരമായ
ഒരു നഗരി ഒരുക്കാം നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സ്ഥലം കാണുന്നത്. കുറ്റിപ്പുറത്തെ വാദി നൂർ എന്ന പേരിൽ നാമകരണം ചെയ്യപ്പെട്ട നഗരിയുടെ ഒരു ഭാഗത്ത് നമ്മുടെ ബോർഡ് വെച്ചു. SKSSFന്റെ ദശവാർഷികത്തിന് വേദിയൊരുങ്ങുന്നത് ഇവിടെയാണ്. ഏക്കറുകളായി പരന്നു കിടക്കുന്ന നിലയുടെ തീരത്ത് SKSSFന്റെ ദശവാർഷികത്തിന് നഗരിയൊരുക്കുമ്പോ, ക്യാമ്പ് പ്രതിനിധികൾക്ക് ഇരിക്കാനുള്ള പന്തലൊരുക്കുമ്പോ അതുവഴി പോയ പലരും പുച്ഛത്തോട് ചോദിച്ചു, 10 കൊല്ലം ഒന്നുമില്ലാതെ തുടങ്ങിയ ഈ സംഘടനയുടെ കുട്ടികൾക്ക് മാനസിക രോഗമുണ്ടോ? ഈ പന്തൽ എന്തിനാണ് ഇത്രയും വലിയ പന്തൽ? എന്തിനാണ് ഇത്രയും വലിയ വിശാലമായ നഗരി ഉണ്ടാക്കുന്നത്? മാനക്കേടിലാവില്ലേ നമ്മൾ എന്ന് പലരും വന്ന് പരിഹാസത്തോടെ നമ്മളെ നോക്കി പുച്ഛിച്ചു തള്ളി. പക്ഷേ SKSSFന്റെ ദശവാർഷികം രൂപം നൽകപ്പെട്ടതിന്റെ ദിവസങ്ങൾ ആദ്യം 3 ആയിരുന്നുവെങ്കിൽ അത് പിന്നീട് ഒരാഴ്ചയായി പരിവർത്തനം ചെയ്തു. ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന SKSSFന്റെ ദശവാർഷികത്തിന്റെ പ്രോഗ്രാം ലോകമറിഞ്ഞപ്പോ, വേറിട്ട രീതിയിലുള്ള ഈ സമ്മേളന പദ്ധതികൾ കണ്ടപ്പോ അതിലേക്ക് ആളുകളുടെ രജിസ്ട്രേഷനായിരുന്നു പിന്നീട് കണ്ടത്. നമ്മുടെ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ തുടങ്ങി. 25,000 പ്രതിനിധികൾക്കുള്ള മനോഹരമായ പന്തലൊരുക്കിയിട്ട് ക്യാമ്പ് സംവിധാനം ഏറ്റവും വ്യവസ്ഥാപിതമായി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ട് SKSSFന്റെ ദശവാർഷികം വേറിട്ട് നിന്നു. മാത്രമല്ല, സമാപന സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തിയ ജനലക്ഷങ്ങളെ കണ്ടപ്പോ അക്ഷരാർത്ഥത്തിൽ നമ്മളെക്കുറിച്ച് പുച്ഛം കാണിച്ച പലരും മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ആശ്ചര്യപ്പെട്ടു. 10 കൊല്ലം കൊണ്ട് മലയാളികളായ മുസ്ലിമീങ്ങളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ പഞ്ചാക്ഷരിയായി SKSSF എന്ന പ്രസ്ഥാനം മാറിയെന്ന് അന്ന് അധികാരത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷ ഭരണകൂടത്തിന്റെ ഉത്തരവ് മന്ത്രിമാരെ പോലും ആ സമ്മേളനത്തിന് വരാനുള്ള വഴിയിൽ കിലോമീറ്ററുകൾ പരന്നു കിടക്കുന്ന വാഹന ഗതാഗതം നിൽക്കുന്ന വേളയിൽ അവിടെ വരാൻ കഴിയാതെ തിരിച്ചുപോയതിനു ശേഷം തങ്ങളുടെ അനുഭവം വെച്ചുകൊണ്ട് കുറിപ്പെഴുതി SKSSFന്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക്. VC കബീർ അന്ന് കേരളത്തിലെ ഒരു മന്ത്രിയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭരണകൂടമാണ് നിലവിലുള്ളത്. VC കബീർ സമ്മേളന നഗരിയിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് കുറ്റിപ്പുറത്തിന്റെ കിലോമീറ്ററുകൾ അപ്പുറത്തെത്തിയപ്പോ വാഹനം മുന്നോട്ട് പോകാൻ കഴിയാതെ മണിക്കൂറുകൾ കാത്തിരുന്ന് തിരിച്ചുപോയതിനു ശേഷം പിറ്റേ ദിവസം തിരുവനന്തപുരത്തെത്തിയിട്ട് അദ്ദേഹം സന്ദേശം അയച്ചു SKSSFന്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക്. ആ നഗരിയിൽ നിന്ന് വരണമെന്ന കൊതിയോടെ ഞാൻ വന്നിരുന്നു. പക്ഷേ ഇത്രയും കിലോമീറ്ററുകൾ ഇപ്പുറത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ തിരിച്ചു പോകേണ്ടി വന്നു. ഇത്രയും വലിയ ജനസഞ്ചയത്തെ അവിടെ ഒരുമിച്ച് കൂട്ടാൻ കഴിഞ്ഞ നിങ്ങളുടെ സംഘടനാ സംവിധാനം അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കത്തിലെ വരികൾ. 10 കൊല്ലം കൊണ്ട് മലയാളികളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ പ്രസ്ഥാനമായി SKSSF മാറിയപ്പോഴാണ് നമ്മുടെ പ്രവർത്തന മേഖലയിൽ നമ്മൾ പുതിയ കാഴ്ചപ്പാടുകളുമായി മുന്നോട്ട് പോയത്. അതുവരെ പ്രതിരോധമായിരുന്നു നമ്മുടെ പണി. സമസ്തക്ക് സമാന്തരമുണ്ടാക്കിയ ആളുകളുടെ തനിനിറം തുറന്നു കാണിക്കാൻ നാട് നീളെ നമ്മൾ മൈക്ക് കെട്ടി പ്രസംഗിച്ചു. പലങ്ങളിലും പ്രസംഗിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ അഭിബന്ധരായ ഗുരുവര്യന്മാർക്ക് നമ്മൾ കാവലൊരുക്കിക്കൊണ്ട് കാത്തിരുന്നു. പലയിടങ്ങളിലും പോലീസിന്റെ പിൻബലത്തോടുകൂടെ വേദി പോലും പൊളിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന സംഘടനയുടെ എതിരാളികളെ ഒരു പരിധിവരെ ശക്തമായി കായികമായിട്ട് തന്നെ നമ്മൾ നേരിട്ടു. ഏറെ കൊണ്ടപ്പോഴും പിന്തിരിഞ്ഞു പോകുന്നതിന് പകരം സമസ്ത എന്ന മഹത്തായ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ വെടിയാനും ഒരുക്കമാണ് എന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് SKSSFന്റെ കർമ്മധീരരായ പ്രവർത്തകര് നാട് നീളെ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു. 10 കൊല്ലം കൊണ്ട് പ്രതിരോധം എന്ന വലിയ ദൗത്യം നമ്മൾ നിർവഹിച്ചു. എവിടെയും സംഘടനയ്ക്ക് പ്രവർത്തിക്കാം, എവിടെയും പ്രസംഗിക്കാം. ആരും നമുക്കെതിരെ വാളോങ്ങാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് വരാത്ത ഒരു അനുകൂലമായ സാഹചര്യമുണ്ടാക്കി. ഈ ഒരു പ്രതീക്ഷ സമൂഹം നമ്മിൽ അർപ്പിച്ചു എന്ന് കണ്ടപ്പോ പ്രവർത്തന മേഖലയിൽ നമ്മൾ കൂടുതൽ നിർമ്മാണാത്മകമായ പദ്ധതികളുമായി മുന്നോട്ട് വന്നു. അങ്ങനെ SKSSFന്റെ ദശവാർഷികത്തിൽ സമൂഹത്തിന് എന്ത് കിട്ടി എന്ന ചോദ്യത്തിന്റെ ഉത്തരമായി കൊണ്ട് നമ്മൾ അവിടെ വെച്ച് പ്രഖ്യാപിച്ചു ദേവാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇബാദ എന്ന മനോഹരമായ ആ സംവിധാനത്തെ. SKSSFന്റെ ദശവാർഷികത്തിലൂടെ മലയാളികൾക്ക് ലഭിച്ച മനോഹരമായ ദേവാ സംവിധാനമാണ് ഇന്ന് വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇബാദ്.
ആ മേഖലയിലൂടെ നമ്മൾ മുന്നിൽ, അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിലും നമ്മൾ കാലെടുത്ത് വെച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കാലെടുത്ത് വെച്ചപ്പോ കേവലം LP സ്കൂളും UP സ്കൂളും തുടങ്ങുന്നതിൽ ഒതുക്കിയില്ല. ഉന്നതമായ വിദ്യാഭ്യാസ മേഖലയിലേക്ക് നമുക്ക് കടന്നു വരേണ്ടതുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം ഏത് രാഷ്ട്രീയ കയ്യിലാണെങ്കിലും അത് സമൂഹത്തിന് ഉപകരിക്കണോ, നമുക്കനുകൂലമായി മാറണോ, അതിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മനസ്സാണ് മാറേണ്ടത്. ഉത്തരവാദപ്പെട്ട പോസ്റ്റുകളിൽ മതബോധമുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തോട് കൂറുള്ള ആളുകളെ എത്തിക്കാൻ കഴിയണം. അതുകൊണ്ട് വിജയിക്കാനുള്ള മാർഗം വിജ്ഞാനം നേടലാണ് എന്ന ഒന്നാമത്തെ നമ്മുടെ പ്രമേയം, അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തന രംഗത്തിറങ്ങി. മസ്കത്തിലുള്ള നമ്മുടെ സംഘടനാ പ്രവർത്തകരുടെ ഗുണകാംക്ഷികളുടെ പിൻബലം കൊണ്ട് ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചു. ഒരു സ്വപ്നമായിരുന്നു അത്. ഒരു IAS കാരനുണ്ടാവുക, ഒരു IPS കാരനുണ്ടാവുക, സിവിൽ സർവീസ് മേഖലയിൽ സുന്നത്ത് ജമാഅത്തിന്റെ സംഭാവനയായി ആളുകളെ ഉണ്ടാക്കാൻ സാധിക്കില്ലെന്ന് കരുതിയ, അതിനെ എതിർത്ത പലരുമുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സധൈര്യം മുന്നോട്ട് പോയി. HEP എന്ന ചുരുക്കപ്പേരിൽ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ SKSSF കാലെടുത്ത് വെച്ചപ്പോ അഭിമാനത്തോടെ നമ്മുടെ സംഘടന മതസംഘടനയാണ്. നമുക്കറിയാം, നമ്മുടെ സംഘടനയുടെ തലപ്പത്തുള്ളത് മതപണ്ഡിതന്മാരാണ്, യുവാക്കളായ മതപണ്ഡിതന്മാരാണ്, അല്ലാതാത്തുകളാണ്. നമുക്കറിയാം, നമ്മുടെ പണി, നമ്മുടെ കേന്ദ്രം പള്ളികളും അറബി കോളേജും മതസ്ഥാപനങ്ങളുമാണ് എന്നും നമുക്കറിയാം. പക്ഷേ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ച സംഘടനകൾ പലതുമുണ്ടായിട്ടും അവർക്ക് ചെയ്യാൻ കഴിയാത്തത് SKSSFന് കഴിഞ്ഞു. MES ഉണ്ടായത് ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനാണ്. അവർ പള്ളി ദർസ് നടത്താറില്ല, അറബി കോളേജ് നടത്താറില്ല, എഞ്ചിനീയറിംഗ് കോളേജ് നടത്തും, മെഡിക്കൽ കോളേജ് നടത്തും, ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തും. MSSന്റെ പണിയും അത് തന്നെയാണ്. നവോത്ഥാനം അവകാശപ്പെടുന്ന ആളുകൾ നമ്മളെക്കുറിച്ച് പുച്ഛിച്ച് പറഞ്ഞത് പള്ളിമൂലയിലിരിക്കുന്ന മൊല്ലാക്കമാര് എന്നാണ്. ISMകാരും MSMകാരും അങ്ങനെയാണ് നമ്മളെ പറഞ്ഞത്. SIOക്കാരും സെമി പോലെയുള്ള സംഘടനകളും നമ്മളെക്കുറിച്ച് കൊഞ്ഞനം കുത്തിയത് അങ്ങനെയാണ്. നമ്മളതൊക്കെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങി. നമ്മൾ മനോഹരമായി തിരിച്ചു അവർക്ക് മനോഹരമായ ഒരു മറുപടി കൊടുത്തു. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ 4 ജില്ലകളുടെ ആസ്ഥാനത്ത് SKSSF പടച്ചുവിട്ട IAS ബിരുദധാരികളായ കേരളത്തിലെ വളരെ താഴെ തട്ടിലുള്ള കുടുംബങ്ങളിൽ നിന്ന് സർക്കാർ സ്കൂളിൽ പഠിച്ചു വലുതായ 4 ആളുകൾ കലക്ടർമാരായി ജോലി ചെയ്യുകയാണ്. ജാർഖണ്ഡിലും അതുപോലെ ഉത്തരാഖണ്ഡിലും കർണാടകയിലുമായി 4 ജില്ലാ ആസ്ഥാനങ്ങളിലെ കലക്ടർമാരെ പടച്ചുവിട്ടുകൊണ്ടാണ് നമ്മൾ പകരം ചോദിച്ചത്. നമ്മളെ മൊല്ലാക്കന്മാരെ പിന്തുണമാര് എന്ന് പറഞ്ഞ് പരിഹസിച്ചിരുന്ന നവോത്ഥാന വാദികളുടെ മുമ്പിൽ നമ്മൾ പകരം ചോദിച്ചത് കൊണ്ടാണ്. SKSSF ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോ സമൂഹം നൽകിയ അംഗീകാരം അള്ളാഹു സ്വീകരിച്ചതിന്റെ അടിയാമായി നമ്മളത് അഭിമാനത്തോടെ ഉയർത്തി കാണിക്കുകയാണ്. SKSSFന്റെ പ്രവർത്തന മേഖലയിൽ വീണ്ടും നമുക്കൊരുപാട് പറയാനുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 12 മണിക്ക് അഭിവന്ദനായ സലാം വൈസിയുടെ ക്ലാസ് തുടങ്ങേണ്ടതാണ്. നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത് തന്നെ 12:30-ക്കാണ്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ആവശ്യമുള്ള മേഖലയിലൊക്കെ നമ്മൾ കാലെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഗൾഫ് രാജ്യങ്ങളുമായി വലിയ ബന്ധമില്ലാത്ത സന്ദർഭങ്ങളിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ വിദൈകൾ വന്നുകൊണ്ട് കള്ളത്തരം പറഞ്ഞ് സാധാരണ ജനങ്ങളെ പറ്റിക്കാറുണ്ടായിരുന്നു. വിദൈകൾ വന്ന് പറയാറ്, ഗൾഫിൽ പോയി നോക്കൂ നിങ്ങൾ, അവിടുത്തെ പള്ളിയിലൊക്കെ സ്ത്രീകളുണ്ടല്ലോ, അവിടെയൊക്കെ നിസ്കരിക്കാൻ സ്ത്രീകൾ വരാറുണ്ടല്ലോ എന്നാണ്. ഗൾഫിലേക്ക് പോയ അല്പജ്ഞാനികളായ ചില ആളുകളൊക്കെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അവിടെയൊക്കെ പള്ളിയിൽ സ്ത്രീകൾ വരാറുണ്ട്. സത്യത്തിൽ ഗൾഫിന്റെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാതെ ഏതെങ്കിലും ചില ഭാഗങ്ങളെ മാത്രം അറിയാവുന്ന ആളുകളായിരുന്നു അങ്ങനെ പറഞ്ഞത്. ഗൾഫിൽ പല ഭാഗത്തും പോയാൽ പള്ളികളിലേക്ക് സ്ത്രീകൾ വരാറില്ല. എന്നാൽ ഗൾഫിനൊരു പ്രത്യേകതയുണ്ട്. ഏത് ഭാഗത്ത് പോയാലും സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും. പള്ളിയോടനുബന്ധിച്ച് തന്നെ അതുണ്ടാകും. പള്ളിയോടനുബന്ധിച്ച് സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും, മുസല്ലൻ നിസാഇ എന്ന്, സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം. തുടക്കകാലങ്ങളിൽ ഈ കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചപ്പോൾ നമ്മളതിനെ എങ്ങനെ വ്യക്തമായ രീതിയിൽ അതിന് നമ്മുടെ മറുപടി പറഞ്ഞിട്ടില്ല. കുറച്ച് കഴിയട്ടെ, പഠിച്ച് പറയാം എന്ന് നമ്മൾ കാത്തിരുന്നു. പഠിച്ചു പറയുന്നതിന് പകരം പരിഹാരമുണ്ടാക്കുക എന്നതായിരുന്നു സംഘടനയുടെ തീരുമാനം. SKSSF
കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോ കാലം ഇങ്ങനെ മാറി വരികയാണ്. ഓരോ മാറ്റത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സമൂഹത്തിന് പകർന്നു കൊടുക്കണം. ഒരു കാലത്ത് നമ്മുടെ സഹോദരിമാരൊക്കെ വീടിന്റെ അകത്താണ് അവരുടെ ജീവിതത്തിന്റെ സിംഹഭാഗവും ചെലവഴിച്ചത്. പിന്നീട് അവർ യാത്ര ചെയ്യേണ്ടി വന്നു. ഇന്ന് നിങ്ങൾ നോക്കൂ, വലിയ ടൗണുകളിൽ പോയാൽ ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളെ കാണാം. ഷോപ്പിംഗ് മാളുകളിൽ പോയാൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളെ കാണാം. ആശുപത്രികളിലേക്ക് പോകുന്നത് അവരാണ് കൂടുതൽ. ഇങ്ങനെ വിവിധങ്ങളായ മേഖലകളിൽ സ്ത്രീകളുടെ യാത്ര കൂടി വന്നപ്പോ അതിന് ആ യാത്രാവേളയിലുള്ള നിസ്കാരം തടസ്സപ്പെടുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. മഹാന്മാരായ പണ്ഡിതന്മാരുമായി കൂടിയാലോചിച്ചു, ഇതിനെന്താണ് പരിഹാരം? തിരിച്ചു വരുമ്പോ, ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ സ്ത്രീകൾക്ക് നിസ്കാരം കലാ ഉണ്ടാകും, ആണടുത്തുള്ള പള്ളിയിൽ കയറി നിസ്കരിച്ചിട്ടുണ്ടാകും. ഇതിന് പരിഹാരം എന്താണ്? SKSSF മഹാന്മാരായ പണ്ഡിതന്മാരുമായി ആലോചിച്ചുകൊണ്ട് ഇതിനുള്ളൊരു പരിഹാര മാർഗം കണ്ടെത്തി. ആ കണ്ടെത്തിയ മാർഗം പത്രങ്ങളിലൂടെ പുറത്തുവിട്ടു. പത്രങ്ങൾ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി അത് പ്രസിദ്ധീകരിച്ചു. SKSSFന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം, പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പള്ളികളോടനുബന്ധിച്ച് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം വേണമെന്നായിരുന്നു ആ തീരുമാനം. ആവശ്യമായിരുന്നു അത്. ആവശ്യമായപ്പോൾ ആ തീരുമാനമെടുത്തു. മതപരമായ അതിന്റെ നിയമങ്ങളൊക്കെ പരിശോധിച്ചു, പണ്ഡിതന്മാരുമായി കൂടിയാലോചിച്ചു, ഉസ്താദുമാരുടെ അനുമതിയോടുകൂടെ അത് പരസ്യപ്പെടുത്തി. ആ വാർത്ത പുറത്തു വന്ന പിറ്റേ ദിവസത്തെ ഒരു വാറോലയിൽ എഴുതിയ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്, ഈ കുട്ടികളുടെ പോക്ക് വഹാബിസത്തിലേക്കാണ് എന്ന്. ഇപ്പെങ്ങനുണ്ട്? സമസ്തയുടെ ഉലമാക്കളുടെ മുഖത്ത് നോക്കിയിട്ടുള്ള ചോദ്യം അതായിരുന്നു. ഇപ്പെങ്ങനുണ്ട്? കണ്ടില്ലേ? വഹാബിസത്തിലേക്ക് ആളുകളെ കൂട്ടുന്ന പണിയാണ് SKSSFകാർ ചെയ്യുന്നത് എന്ന് അവരുടെ വാറോലയിൽ അവർ എഴുതിവിട്ടു. പക്ഷെ ഇന്ന് നോക്കൂ നിങ്ങൾ, 15 കൊല്ലം മുമ്പ് SKSSF പറഞ്ഞ കാര്യം 15 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർക്ക് ബോധ്യം വന്നു. നേരത്തെ ഇവിടെ ആരിസ് ബാക്കബി പറഞ്ഞതുപോലെ 15 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഉറക്കമുണർന്നത്. ഇന്ന് അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെ പള്ളിയുടെ ചുമരിനോട് ചേർന്ന് കാണാം യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ആരോമാർക്ക്. SKSSFന്റെ പള്ളിയിലല്ല, സമസ്തയുടെ കേന്ദ്രങ്ങളിലല്ല. സമസ്തയുടെ കുട്ടികൾ സമൂഹത്തെ കൊണ്ടുപോകുന്നത് വഹാബിസത്തിലേക്കാണ് എന്ന് പത്രത്തിലെഴുതിയ ആളുകൾ അവരുടെ കേന്ദ്രത്തിൽ, അവരുടെ സ്ഥാപിച്ച്, അവരുടെ നിയന്ത്രണത്തിലുള്ള പള്ളികളോട് ചേർന്ന് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുണ്ട് എന്ന് ബോർഡ് വെക്കുന്ന വിധം 15 കൊല്ലം മുമ്പ് SKSSF ഭാവിയെ നോക്കിക്കണ്ടുകൊണ്ട് പ്രവർത്തനത്തെ മേഖലയിൽ കടന്നു വന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. തീവ്രവാദ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. IS-ലേക്കും മറ്റുമൊക്കെ ആളുകൾ പോകുന്നത് വല്ലാത്തൊരു പ്രശ്നമായി നമ്മുടെ രാജ്യം എന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ്. ആരാണ് IS-ലേക്ക് പോകുന്നത്? ധൈര്യമായി നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞു, ദീൻ അറിയുന്ന ഒരാളും പോയിട്ടില്ല, സമസ്തയുടെ പ്രവർത്തകരായ ഒരാളും പോയിട്ടില്ല, SKSSFന്റെ പ്രവർത്തകരായ ഒരാളും പോയിട്ടില്ല. അവർ പോകൂല. കാരണം അവർക്ക് ദീൻ എന്താണ് എന്നറിയാം. അവരുടെ സംഘടനാ സംവിധാനം അങ്ങനെയാണ് അവരെ വളർത്തിക്കൊണ്ടുവന്നത്. ഈ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ ചെറുപ്പക്കാരെ വലവീശിപ്പിടിച്ച് ഇരുട്ടിന്റെ മറവിൽ അവരെ വളച്ചെടുക്കാനുള്ള ശ്രമം നടത്തിയ ഒരു സന്ദർഭമുണ്ടായിരുന്നു. നമ്മുടെ പരിശുദ്ധമായ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സന്ദർഭം. ഇന്ത്യ മഹാരാജ്യം വർഗീയതയുടെ കയ്യിലേക്ക് അകപ്പെട്ടു പോകുമോ എന്ന് പേടിച്ചിരുന്നൊരു സന്ദർഭം. മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്നിട്ട് ചില ആളുകൾ ചെയ്ത പണി, ഇരുട്ടുള്ള റൂമിൽ അവിടെ ലൈറ്റ് ഉണ്ടെങ്കിൽ അത് ഓഫാക്കിയിട്ട് പകരം ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് അതിന് ഭാഗത്തെത്തും. എന്നിട്ട് അവരോട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ പള്ളി പൊളിച്ചു, എന്ത് ചെയ്യാൻ കഴിഞ്ഞു? നമുക്കിവിടെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? ഇത്രയും പഴക്കമുള്ള മതസംഘടനകളുണ്ട്, എന്തെങ്കിലും ചെയ്യാം. അതുകൊണ്ട് ഉണരണം. നമ്മൾ ഉണർന്നില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പള്ളിയും പൊളിക്കപ്പെടും. വർഗീയത നമ്മുടെ മനസ്സിലേക്ക് കുത്തിവെക്കാനുള്ള ശ്രമം നടന്നപ്പോ കുറെ ആളുകൾ അതിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. SKSSFന്റെ തുടക്കത്തിൽ അതിനെതിരെ വ്യക്തമായി പഠിച്ചു. എന്താണ് ഇവർ ചെയ്യുന്നത്, എന്താണ് ഇവർ പറയുന്നത്? പോക്ക് അപകടകരമാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോ SKSSF അതിനെക്കുറിച്ച് കൂലങ്കഷമായി ചിന്തിച്ചു, അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. സംസ്ഥാനത്തെ നേതാക്കന്മാർ ഒരുമിച്ചിരുന്നുകൊണ്ട് ഈ അപകടകരമായ പോക്കിനെ തടയിടണം എന്ന് തീരുമാനമെടുത്തു. ആ തീരുമാനവുമായി കൊണ്ട് വെള്ളിമാട് കുന്നിലെ വന്യവയോധികനായ ശൈഖുനയുടെ അടുത്ത് ചെന്നിട്ട് ഈ അപകടം പറഞ്ഞു കൊടുത്തപ്പോ മഹാനായ ശംസുൽ ഉലമ SKSSFന് കർമ്മരംഗത്തിറങ്ങാനുള്ള അനുമതി തന്നു. തീവ്രവാദത്തിനെതിരെ, ഭീകരവാദങ്ങളിലേക്ക് ചെറുപ്പക്കാർ അകപ്പെടുന്നതിനെതിരെ SKSSFന്റെ സ്റ്റേറ്റ്മെന്റ് വന്നു പത്രത്തിൽ.
പത്രത്തിൽ സ്റ്റേറ്റ്മെന്റ് വന്നപ്പോ അഭിമന്യരായ ശൈഖുന ശംസുൽ ഉലമ അതിനെ അടിവരയിട്ടുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ഇത് സമൂഹം ഏറ്റെടുക്കണം എന്നുകൂടി പറഞ്ഞപ്പോ അത് വലിയ കോളിളക്കം സൃഷ്ടിച്ചു. മാധ്യമം ദിനപത്രം കത്തി നിൽക്കുന്ന കാലമാണത്. മാധ്യമം ദിനപത്രത്തിൽ എഡിറ്റർ കോളത്തിൽ എഡിറ്റോറിയൽ എഴുതിയത് ഇങ്ങനെയായിരുന്നു: SKSSFകാർ ഒലക്ക വിഴുങ്ങിയിട്ട് ചുക്കുവെള്ളം കുടിക്കുകയാണ് എന്ന്. ഏതെങ്കിലും ഒരുത്തൻ എഴുതിയ വാക്കല്ലത്. എഡിറ്റർ കോളത്തിൽ എഴുതുന്നത് പത്രത്തിന്റെ ഔദ്യോഗികമായ നയമാണ്. ആ തീരുമാനത്തെ, തീവ്രവാദ പ്രവർത്തനത്തെ എതിർത്തതിന്റെ പേരിൽ SKSSFനെ പരിഹാസത്തോടുകൂടെ മാധ്യമം വിശേഷിപ്പിച്ചത് ഒലക്ക് ചുക്കുവെള്ളം കുടിക്കുന്ന പണിയാണ് SKSSFകാർ ചെയ്യുന്നത് എന്നാണ്. പക്ഷേ അധികം കഴിയേണ്ടി വന്നില്ല. അതേ മാധ്യമം പത്രത്തിന്റെ നേതാക്കന്മാരായ സംഘടനകൾ പോലും തീവ്രവാദത്തിന്റെ ഭയാനകതയെക്കുറിച്ച് തിരിച്ചറിഞ്ഞു, അനുയായികളെ ബോധ്യപ്പെടുത്തി. ഇന്ത്യ മഹാരാജ്യത്തെ രാഷ്ട്രീയ സംഘടനകളൊക്കെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് പ്രമേയം പാസാക്കി. നമ്മുടെ രാജ്യത്തെ മുഴുവൻ മതസംഘടനകളും രാഷ്ട്രീയ സംഘടനകളും അന്ന് രൂപം കൊണ്ട ആ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ ശക്തമായി എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നു. ഏതാണ്ട് 2 പതിറ്റാണ്ട് മുമ്പ് SKSSF പറഞ്ഞത് ഇവർക്കൊക്കെ ബോധ്യപ്പെട്ടത് വളരെ വൈകിയാണ് എന്നർത്ഥം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കിയാൽ ഇതുപോലുള്ള നമ്മളെടുത്ത തീരുമാനം ഏറ്റവും ആരോഗ്യപരമായിരുന്നു, ദീർഘവീക്ഷണത്തോടെയായിരുന്നു എന്ന് കാണാൻ നമുക്ക് കഴിയും. നമ്മുടെ നാടൻ പ്രദേശങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ, അതിലുപരി സഹോദരിമാരുടെ ഈമാൻ കവരുന്ന വിഭാഗമാണ് വ്യാജസിദ്ധന്മാർ. എത്രയോ മഹല്ലുകളിൽ ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. എത്ര ഖബറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ നീചമായ തട്ടിപ്പ് നടന്നു വരുന്നുണ്ട്. ആ തട്ടിപ്പിനെ ഇല്ലായ്മ ചെയ്യാനാണ് മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായത്. പതിറ്റാണ്ടുകൾ അവർ പണിയെടുത്തിട്ടും ഒരൽപ്പം പോലും പിറകോട്ട് പോകാൻ, അതിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഈ വ്യാജന്മാരെ കൂടെ നിൽക്കാനാണ് സമസ്തയെ തള്ളിപ്പറഞ്ഞ മറുവിഭാഗം പലപ്പോഴും മുന്നോട്ട്. ഈ ഒരു പ്രതിസന്ധി ഘട്ടം, ഒരു ഭാഗത്തെ മുജാഹിദുകൾ പോലെയുള്ള വിജയികൾ അന്ധമായി ഇതിനെ അധിക്ഷേപിക്കുകയും മക്ബറകളെയും ഔലിയാക്കളെയും ആരിഫീങ്ങളെയും ആലിന്യങ്ങളെയും ഒക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുകയും ചെയ്യുന്നു. മറുഭാഗത്ത് എല്ലാ കള്ളന്മാരെയും കൈനീട്ടി സ്വീകരിച്ചുകൊണ്ട് ഒരു വിഭാഗം മുന്നോട്ട് പോകുന്നു. സമൂഹം വല്ലാത്ത അങ്കലാപ്പിലായ സന്ദർഭം. നേര് പറഞ്ഞു കൊടുക്കാൻ, സത്യം പറഞ്ഞു കൊടുക്കാൻ ആരും മുന്നോട്ട് വരാൻ ധൈര്യപ്പെടാത്തൊരു സന്ദർഭം. ദൗത്യമേറ്റെടുക്കാൻ മുന്നോട്ട് വന്നു. SKSSFന്റെ ഒരു പ്രമേയമുണ്ട്, ഇന്നും അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന പ്രമേയം. ജീർണതക്കെതിരെ ജിഹാദ് എന്നായിരുന്നു ആ പ്രമേയം. ജീർണതക്കെതിരെ ജിഹാദ്. ആരാണ് വലിയ, എന്താണ് മക്ബറയിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സിയാറത്ത് ചെയ്യേണ്ടത്, എന്താണ് ഇസ്ലാം അംഗീകരിച്ച മന്ത്രചികിത്സ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യക്തമായി സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന, നേരും നെറിയും വളരെ വ്യക്തമായി സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന, നെറികേടേതാണ് എന്ന് തിരിച്ചറിവ് കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രചരണ ക്യാമ്പയിനായിരുന്നു SKSSFന്റെ ആ മാസങ്ങളോളം നീണ്ടുന്ന ആ ക്യാമ്പയിൻ. തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി കാസർഗോഡ് അത് അവസാനിക്കുമ്പോഴേക്ക്, പ്രചരണ പരിപാടികൾ അവസാനിക്കുമ്പോഴേക്ക് കേരളത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള വ്യാജ മാളത്തിലൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥാവിശേഷം സംജാതമായി. വിജയികൾക്ക് സാധിക്കാത്തത് പുത്തൻവാദികൾക്ക് സാധിക്കും. നവോത്ഥാനത്തിന്റെ വാഹകരെന്ന് പറയുന്ന ആളുകൾക്ക് കഴിയാതെ പോയത് SKSSF എന്ന പഞ്ചാക്ഷരിയുടെ ഇടപെടലിലൂടെ വളരെ മനോഹരമായി നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് SKSSF മുഖം നോക്കാതെ പ്രതികരിക്കാൻ മുന്നോട്ട് വന്നു എന്നതിന്റെ ഉദാഹരണമാണ്. അതുകൊണ്ട് SKSSFന്റെ നാളെയുടെ അല്ലെങ്കിൽ വർത്തമാനത്തിന്റെ വക്താക്കളാണ് നിങ്ങൾ. എനിക്ക് പറയാനുള്ളത്, ഇല്ലായ്മയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷെ ഇന്ന് നമുക്ക് ഒരുപാട് അനുകൂല സാഹചര്യങ്ങളുണ്ട്, ഒരുപാട് സംവിധാനങ്ങൾ. ഒന്നുമില്ലാത്ത നീലഗിരി ജില്ലയിൽ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന 26 ശാഖാ കമ്മിറ്റികളുണ്ട്. ഒന്നുമില്ലാത്ത മേഖലകളിൽ പോലും കടന്നു വരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു നൽകിയ അംഗീകാരമാണത്. സാമ്പത്തികമായി എല്ലാം നമുക്കുണ്ടെന്ന് പറയുന്നില്ലെങ്കിലും സമൂഹം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതൊക്കെയും പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ പറയുന്നത് സത്യമാണ് എന്ന തിരിച്ചറിവ് സമൂഹത്തിനുണ്ട്. അതുകൊണ്ട് സമൂഹം അത് ഏറ്റെടുക്കുന്നുണ്ട്. മദീനത്ത് പോയി അടിച്ചുപാരിക്കൊണ്ടുവന്ന പൊടി പോലും വിറ്റ് കാശുണ്ടാക്കാൻ ശ്രമിച്ച ആളുകളുടെ തനിനിറം തുറന്നു പറയാൻ ധൈര്യം കാണിച്ച പ്രസ്ഥാനം നമ്മുടെ പ്രസ്ഥാനമാണ്. കോടികൾ പിരിച്ചിട്ട് പള്ളിയുണ്ടാക്കാനുള്ള ശിലഭാഗി എന്ന് പറഞ്ഞ് പത്രത്തിൽ കൊടുത്ത ആളോട്
ആ ശിലയെങ്കിലും ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കാൻ മാത്രം ആർജവമുള്ള SKSSFന്റെ കുട്ടികൾ വളർന്നിട്ടുണ്ട്. നമ്മളെ പേടിക്കുകയാണ് അവര്, SKSSFനെ പേടിക്കുകയാണ്. സമസ്തയുടെ ഏറ്റവും കർമ്മനിരതരായ ഈ സമൂഹം ഉറങ്ങിയാൽ, ഇവർ നിസ്സംഗരായാൽ, ഇവരെ നിസ്സഹായരായി മാറി നിന്നാൽ പലരുടെയും അജണ്ടകൾ നടപ്പിലാക്കാൻ കഴിയും. അതുകൊണ്ടാണല്ലോ ആനക്കലഹവുമായി ഒരു സംഘം ആളുകൾ ഇപ്പോൾ രംഗത്ത് വന്നത്. അവരെ പേടിക്കുന്നത് നമ്മളെയാണ്, SKSSFക്കാരെയാണ്. മുഅല്ലിമീങ്ങൾക്ക് ആനുകൂല്യം കിട്ടാൻ തന്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഓശാരം തേടി പോകേണ്ടി വരുമെന്ന് പറഞ്ഞ് പ്രകോപനമുണ്ടാക്കുന്ന അത്തരം ആളുകൾക്ക് നാവ് പൊന്തിയത് ഇവരോട് കളിച്ചാൽ അപകടകരമാണ് എന്ന തിരിച്ചറിവ് കൊണ്ടാണ്. മഹല്ലുകളിലേക്ക് കടന്നു വരാൻ അവർക്ക് വഴിയൊരുക്കാതെ ഈ സമൂഹം ഉണർന്നിരുന്നാൽ കാവലിരിക്കുമെന്ന പേടി അവർക്കുണ്ട്. അതുകൊണ്ട് മദീന പാഷൻ അവസാനിക്കുമ്പോ, ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോ നിങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടാവണം. എന്റെ പരിധിയിൽ, എന്റെ മഹല്ലിൽ, എന്റെ പ്രദേശത്ത് അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്നത് സമസ്തയാണ്. നമ്മുടെ തെരീക്കത്ത് എന്ന് പറയുന്നത് സമസ്തയാണ്. സമസ്തയേക്കാൾ വലിയൊരു തെരീക്കത്ത് വർത്തമാനകാല മലയാളികളായ സാധാരണ മുസ്ലിമീങ്ങൾക്ക് ഇല്ല. അത് തന്നെയാണ് നമ്മുടെ തെരീക്കത്ത്. ഏത് തെരീക്കത്തിന്റെ പേരിലും ഏത് വ്യാജമായ ലേബലൊട്ടിച്ചും സമൂഹത്തിലേക്ക് കടന്നു കയറാനുള്ള ശ്രമം നടത്തുന്ന ഏത് ശക്തികളെയും വളരെ കരുതലോടെ കാത്തിരുന്ന് നമ്മുടെ അധികാരത്തിന്റെ, നമ്മുടെ പരിധിയുടെ പുറത്തേക്ക്, പടിക്ക് പുറത്തേക്ക് പറഞ്ഞേക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ആ തിരിച്ചറിവോടുകൂടെ നിങ്ങൾ സജീവമായി നിലകൊള്ളുമെങ്കിൽ ഭാവിയിലെ മലയാളികളുടെ മതരംഗം ഒരു പേടിയുമില്ലാതെ നമുക്ക് ശോഭനമാണ്, ഭാസുരമാണ് എന്ന് പറയാൻ നമുക്ക് കഴിയും. SKSSF ഉറങ്ങേണ്ട പ്രസ്ഥാനമല്ല, ഉണർന്നിരിക്കേണ്ട പ്രസ്ഥാനമാണ്. കണ്ണും കാതും കോർപ്പിച്ച് സമൂഹത്തിന് കാവലാളുകളായി, ദീനിന്റെ സംരക്ഷകരായി നിങ്ങളൊക്കെയും ഉണർന്നിരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തിക്കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിന്റെ പിന്നിൽ എളിയ സേവകരായി, അതുവഴി ദീനിന്റെ ഹാദിമ്യങ്ങളായി നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ തുടക്കകാലത്ത് ത്യാഗം സഹിച്ച് നമുക്ക് വേണ്ടി ഈ മനോഹരമായ സംഘശക്തിക്ക് വേണ്ടി അധ്വാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ അവരാഗ്രഹിച്ചതുപോലെ നാളെ നമ്മുടെ നാട്ടിൽ ഈ സംഘശക്തി സജീവമായി നിലകൊള്ളും. ഏത് ന്യൂ ജനറേഷനിലും അഭിമാനത്തോടെ ഞാനൊരു SKSSFകാരനാണ് എന്ന് പറയാൻ പറ്റുന്ന വിധം അഭിമാനബോധമുള്ള സംഘടനാ സംവിധാനമാണ് എന്റെ സംഘടനാ സംവിധാനം എന്ന തിരിച്ചറിവോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ ഏറ്റവും പഴഞ്ചരാണ്, ഏറ്റവും പഴമയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അതോടൊപ്പം ഏറ്റവും പരിഷ്കൃതരും നമ്മൾ തന്നെയാണ്. ഏറ്റവും പരിഷ്കൃതമായ ശാസ്ത്രീയമായ സംഘടനാ പ്രവർത്തനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനെ വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്നതുകൊണ്ട് അല്പം ദീർഘിച്ചു പോയെങ്കിൽ അഭിമന്യരായ സലാം വൈസിയും പ്രിയപ്പെട്ട പ്രവർത്തകരും നേതാക്കളും ക്ഷമിക്കണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട്